ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. യെസ്, ഏതായാലും ഒരു പുതിയ ആഴ്ചയിലെ ആദ്യത്തെ ഒരു ട്രേഡിംഗ് ഡേയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ധാരാളം കാര്യങ്ങൾ സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ തന്നെ ഉണ്ട്. ഹാൻഡ് ഓവേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ PBOC പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയുടെ ഒരു അടിസ്ഥാന പലിശ നിരക്കുകളിൽ മാറ്റമില്ലാതെ ഒരു സ്റ്റാറ്റസ് കോ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ക്വാർട്ടർലി റിസൾട്ടുകളിലേക്ക് വന്നാൽ കോർപ്പറേറ്റ് കമ്പനികളുടെ റിസൾട്ടിൽ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ റിസൾട്ടുകളിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി റിലയൻസ്, ICICI ബാങ്ക്, HDFC ബാങ്ക് അടക്കമുള്ള ഭീമന്മാരുടെ റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു റിഫ്ലക്ഷൻസും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും സാർ, ഈ ഒരു വീക്കിൽ നമ്മൾ മറ്റു പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്? ജാസ്മിൻ, ആദ്യം തന്നെ ഒന്ന് ക്ഷമിക്കണം. കാര്യം നല്ല രീതിയിൽ കോൾഡ് ഉണ്ട്. അതുകൊണ്ട് ജാസ്മിനും പ്രേക്ഷകരും ക്ഷമിക്കണം. ചിലപ്പോൾ എനിക്ക് വലിയൊരു എക്സൈറ്റ്മെൻറ്റിൽ ചിലപ്പോൾ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയില്ല എന്ന് വരും. ഏതായാലും അതൊരു ഡിസ്ക്ലൈമറായിട്ട് തന്നെ ആദ്യം പറയാമെന്നുള്ള. ജാസ്മിൻ, ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വി ആർ നിയറിംഗ് ദാറ്റ് August 1st ഡെഡ് ലൈൻ അല്ലേ? August 1 എന്ന് പറയുന്ന ഡെഡ് ലൈൻ അപ്പുറത്തേക്ക് ഇനി US വെയിറ്റ് ചെയ്യില്ല എന്നും പറഞ്ഞ് നമ്മൾ ഡിസ്കഷൻസിന് ഓപ്പൺ ആണ് എന്നുള്ള രീതിയിലാണ് സ്കോട്ട് ബെസന്റും ട്രേഡ് സെക്രട്ടറി സ്കോട്ട് ബെസന്റും ഒക്കെ പറയുന്നത്. ഇനി August 1 എത്താൻ വെറും ദിവസങ്ങൾ മാത്രം, അതായത് 9 ദിവസം 10 ദിവസം എന്നുള്ള മാത്രമേ ഉള്ളൂ. ബട്ട് ഇന്ത്യയും US-ഉം തമ്മിലുള്ള ട്രേഡ് ടാരിഫ് അല്ലെങ്കിൽ ട്രേഡ് ഡീല് ഇതുവരെ ആയിട്ടില്ല. ട്രേഡ് ടാരിഫ് ഫിക്സ് ചെയ്തിട്ടില്ല, ഡീല് നടന്നിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത വേറൊന്നും കൂടെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ശനിയും ഞായറും പ്രത്യേകിച്ച് വലിയ ലെറ്റർ ഒന്നും ട്രംപ് എഴുതിയില്ല എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളത്. അതായത് ഇനി വരാൻ പോണ 10 ദിവസം, അതായത് ജൂലൈയുടെ അവസാനത്തെ 10 ദിവസം വളരെ ഈവൻഫുൾ ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. കാര്യം ഒരുപാട് രാജ്യങ്ങൾ, എസ്പെഷ്യലി ഇന്ത്യ അല്ലെങ്കിൽ സൗത്ത് കൊറിയ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനൊക്കെ എന്തെങ്കിലും ഒരു ട്രേഡ് ഡീലിലേക്ക് എത്തിക്കുക, August 1 ഡെഡ് ലൈനിന് മുമ്പായിട്ട് എത്തിക്കുക എന്നുള്ള ഒരു എന്താ പറയുക ഒരു സ്വിഫ്റ്റ് ആക്ഷൻസ് ഈ രാജ്യങ്ങളിൽ നിന്ന് വന്നേക്കാം എന്നുള്ള. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ വിയറ്റ്നാമും ബ്രസീലും ഒക്കെ ട്രേഡ് ഡീൽ സൈൻ ചെയ്തല്ലോ US. അതിൽ നിന്ന് ഇപ്പോൾ US-ൽ നമ്മളിപ്പോൾ ഏത് കമൻട്രി എടുത്താലും ഒന്നില്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ അവിടുത്തെ എക്സ്പേർട്സ് അല്ലെങ്കിൽ എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ടാരിഫ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ പറയില്ലേ ഒരു എഫക്റ്റീവ് ടാരിഫ്, അതായത് August 1 എത്തുമ്പോഴത്തേക്കും എല്ലാ രാജ്യങ്ങളായിട്ടും സൈൻ ചെയ്യണമെന്ന് വിചാരിക്കാം. ഒരു ഹൈപ്പോത്തറ്റിക്കലാണ്. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് പല റേറ്റിലായിരിക്കുമല്ലോ അവർ സൈൻ ചെയ്യണത്. അതിൻ്റെ എല്ലാം കൂടെ ആവറേജ് എടുക്കുമ്പോൾ ഒരു നെറ്റ് എഫക്റ്റീവ് ടാരിഫ് ഉണ്ട്. ഈ നെറ്റ് എഫക്റ്റീവ് ടാരിഫ് ആദ്യം പ്രതീക്ഷിച്ചത്, അതായത് കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുമ്പത്തെ ആഴ്ചയും പ്രതീക്ഷിച്ചിരുന്നത് 10 to 15% ആയിരിക്കും എന്നാണ്. 3% ഒക്കെ ആയിരുന്നു പണ്ടെന്നുള്ളത്, അത് 10 to 15% ആയിട്ട് ഉയരും എന്നാണ്. ബട്ട് ഇപ്പോൾ ഈ വീക്കെൻഡിൽ വരുന്ന കമൻട്രി കംപ്ലീറ്റ് നമ്മൾ വായിക്കുകയാണെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ 3 തൊട്ട് 5% ഉയർത്തി എന്നാണ്. അതായത് 10 to 15% ഉണ്ടായിരുന്നത് 18 to 20% ആയിട്ട് ഉയർത്തി എന്നുള്ള. അതായത് US ശരിക്കും പറഞ്ഞാൽ ഈ ടാരിഫ് മുഖാന്തരം ഏൺ ചെയ്യാൻ പോകുന്ന എമൗണ്ടും വളരെ ഹൈ ആണെന്നാണ് പ്രത്യേകിച്ച്. കാര്യത്തിൽ അവിടെ വലിയൊരു ഡിസ്കണക്റ്റ് ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ US എക്കണോമിയെ സറൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് ക്ലൗഡ്സും അൺസർട്ടനിറ്റി എന്താ, ട്രേഡിൻ്റെ അൺസർട്ടനിറ്റി ഉണ്ട്, ടാരിഫിൻ്റെ അൺസർട്ടനിറ്റി ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ തന്നെ US മാർക്കറ്റ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ 52 വീക്ക് ഹൈ ആയിട്ടാണ് S&P 500 ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള. അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു ഐറണി US മാർക്കറ്റിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് 3 കാരണങ്ങളായിരിക്കാം കാര്യം. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞല്ലോ, എഫക്റ്റീവ് ടാരിഫ് റേറ്റ് 10 to 15% ഉയർന്ന് 18 to 20% ആവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ US-ന് ടാരിഫ് ഇനത്തിൽ വലിയൊരു എമൗണ്ട് ഒരു റവന്യൂ കിട്ടും എന്നാണ് പറയുന്നത്. അതായത് പല എസ്റ്റിമേറ്റ്സും പറയുന്നത് വെച്ചാൽ $250 billion to $300 billion വരെ അവർക്ക് ചിലപ്പോൾ ഒരിക്കൽ കിട്ടിയേക്കാം. അതായത് അതൊരു 10 yearsൽ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് $2.5 trillion അല്ലെങ്കിൽ $3 trillion ഓഫ് റവന്യൂ US ഗവൺമെൻറ് ഈ ടാരിഫ് ഇനത്തിൽ മാത്രം കിട്ടും എന്നുള്ള രീതിയെ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് അതൊരു അഡീഷണൽ ആയിട്ട് വരുന്ന റവന്യൂ ആണ്. എന്നാൽ എല്ലാവരുമായിട്ട് ഡീൽ സൈൻ ചെയ്ത് മുന്നോട്ടും പോകുന്നു എന്നുള്ള. എങ്ങനെയാണ് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് US മാർക്കറ്റിൽ അല്ലെങ്കിൽ US എക്കണോമിയിൽ അല്ലെങ്കിൽ US കൺസ്യൂമറിനെ അഫക്റ്റ് ചെയ്യണേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പക്ഷേ ഒരു റവന്യൂ അവിടെ വരുന്നു എന്നുള്ള അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റ് എടുക്കുന്നു. അപ്പോൾ മാർക്കറ്റ് അതിലൊരു പോസിറ്റീവ് കാണുന്നതായിരിക്കാം ഒരു റീസൺ എന്ന്. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ
US മാർക്കറ്റിൻ്റെ വലിയൊരു വെയിറ്റേജ് ശരിക്കും പറഞ്ഞാൽ NVIDIA ഉണ്ട്. S&Pയിൽ വലിയൊരു വെയിറ്റേജ് NVIDIA ഉണ്ട്. ഇപ്പോൾ NVIDIAയുടെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂസ് വന്നിരുന്നു. അതായത് ഇത്രയും നാൾ NVIDIA എന്നല്ല US കമ്പനിക്ക് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട, അതായത് ചൈന ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്ക് റോ മെറ്റീരിയൽസേ ഉള്ളൂ ഈ എന്താ പറയുക സെമി കണ്ടക്ടർ ചിപ്സ് ഉണ്ടാക്കാനാണ്. ആ AI സെമി കണ്ടക്ടർ ചിപ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന രാജ്യം US ആണ്. NVIDIA, AMD പോലത്തെ കമ്പനികളാണ്. ഇത്രയും നാൾ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് US ഗവൺമെന്റ് അല്ലെങ്കിൽ US അഡ്മിനിസ്ട്രേഷൻ വച്ചിരുന്നു. NVIDIAയ്ക്കും AMDയ്ക്കും മറ്റുള്ള കമ്പനികൾക്കൊക്കെ. ഇപ്പം അത് ഏതാണ്ട് എടുത്തു കളഞ്ഞു. അതായത് നിങ്ങൾക്ക് സെമി കണ്ടക്ടർ AI ചിപ്സ് ഇപ്പോൾ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് തുടങ്ങാം. അതിനൊരു ക്യാവിയറ്റും കൂടെ US അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് ഞങ്ങളത് പെർമിഷൻ തരുന്നെങ്കിലും ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് 4th ബെസ്റ്റ് ചിപ്പാണ്. അതായത് നമ്മുടെ ടോപ്പ് 3 ചിപ്സ് എന്തായാലും NVIDIA ചെയ്യുന്നില്ല എന്നുള്ള. അപ്പോൾ 4th ബെസ്റ്റ് ചിപ്പാണ് എന്തായാലും ചെയ്യുന്നത്. അത് എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഏതായാലും US അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. പക്ഷേ NVIDIA സംബന്ധിച്ചെന്ന് വെച്ചാൽ NVIDIAയുടെ പ്രോഫിറ്റ്സിനെ ഭയങ്കരമായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഫേവർ ചെയ്യുന്നില്ല. അത് മാത്രമല്ല NVIDIAയ്ക്ക് US മാർക്കറ്റിലുള്ള വെയിറ്റേജ്, നമുക്കിവിടെ റിലയൻസ് ആണ് ഏറ്റവും, റിലയൻസും TCSനും വെയിറ്റേജ് HDFC ബാങ്കിനും ഒക്കെ വെയിറ്റേജ് ഉണ്ടെന്ന് പറയുന്ന പോലെ നല്ലൊരു വെയിറ്റേജ് NVIDIAയ്ക്ക് തന്നെയുണ്ട്. അപ്പോൾ NVIDIAയ്ക്ക് എന്തെങ്കിലും കാര്യം പോസിറ്റീവായിട്ട് വരണമെങ്കിൽ US മാർക്കറ്റും S&P 500ഉം ഭയങ്കരമായിട്ട് റാലി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ. പിന്നെ ഒരു മൂന്നാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രംപിൻ്റെ ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സാക്കിയതായിട്ട് പറയുന്നുണ്ടല്ലോ. ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിന് അതിനകത്തൊരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. അത് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അധികം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. ആ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കാശ് ചിലവാക്കുമല്ലോ. അപ്പോൾ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസെൻറ്റീവ്സ് R&D ചെയ്യുന്ന കമ്പനികൾക്ക് US ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 4-5 കൊല്ലത്തേക്കുള്ള R&Dയുടെ പൈസ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനുള്ള പൈസ ആദ്യത്തെ ഒരു കൊല്ലത്തിൽ തന്നെ അത് എക്സ്പെൻസ് ആയിട്ട് എഴുതി തള്ളാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എഴുതി തള്ളുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആരാണ് അവിടെ ഏറ്റവും കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്പെൻഡ് ചെയ്യുന്നത്? ടെക് കമ്പനീസാണ്. ആ ടെക് കമ്പനീസ് NVIDIA, ടെസ്ല ഇതേപോലത്തെ കമ്പനികളാണ്. ആൽഫബറ്റ് ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ R&Dക്ക് വേണ്ടി ഏതാണ്ട് എനിക്ക് തോന്നുന്നു 30-40% അവിടുത്തെ R&D സ്പെൻഡിങ്ങും ഈ വക വലിയ കമ്പനിയാണ്. ഈ കമ്പനികൾക്ക് തന്നെയാണ് അവിടെയുള്ള ഇവിടുത്തെ S&P 500ലും നാസ്ഡാക്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനിക്ക് ഈ R&D ഇനത്തിൽ ഈ പറയുന്ന ഒരു ഇൻസെന്റീവ് കിട്ടുന്ന കാരണം ഇവരുടെ പ്രോഫിറ്റ്സ് ഭയങ്കരമായിട്ട് ഉയരും. ആ ഒരു എക്സ്പെക്ടേഷനിൽ ഈ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് ഈ സ്റ്റോക്കുകൾ റാലി ചെയ്യുമ്പോൾ US മാർക്കറ്റ് തീർച്ചയായിട്ടും ഒന്ന് റൈസ് ചെയ്യും എന്നുള്ള. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ഇപ്പോൾ എല്ലാവരും, അതായത് വേൾഡിലെ ഗ്ലോബൽ കമന്റേറ്റേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കാരണം ഒരുപാട് സേവിങ്സ് അമേരിക്കൻ കമ്പനിക്ക് ഉണ്ട്. ഇപ്പോൾ R&Dയുടെ കാര്യത്തിൽ 4-5 കൊല്ലത്തെ എക്സ്പെൻസ് ഒറ്റ കൊല്ലം തന്നെ എഴുതി തല്ലാന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു സേവിങ്സ് ആണ്. അത് കോർപ്പറേറ്റ് പ്രോഫിറ്റ്സിൽ ഭയങ്കരമായിട്ട് ബൂം ചെയ്ത് കാണിക്കും. ഇതേപോലുള്ള സ്റ്റോക്ക് കയറും. ഇതേപോലെ S&P 500ഉം നാസ്ഡാക്കും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ 3 കാരണങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എക്കണോമിസ്റ്റുകൾ സർപ്രൈസ്ഡ് ആയിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടോ ട്രേഡിന്റെ കാര്യങ്ങൾക്ക് അൺസർട്ടനിറ്റി ഉണ്ട്, ടാരിഫിന്റെ കാര്യങ്ങൾക്ക് ഒരു സർട്ടനിറ്റി കിട്ടിയില്ല, എന്നാൽ തന്നെ മാർക്കറ്റ് പെരുമാറുന്നത് വേറൊരു രീതിയിലാണെന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതിനകത്ത് ചേർത്ത് വരേണ്ട ഒരു കാര്യം വെച്ചാൽ ക്രിസ് വുഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ക്രിസ് വുഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജാസ്മിൻ കേട്ട് കാണുമായിരിക്കും, അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ അറിവിൽ വേണ്ടി വരികയാണ്. അതായത് നമ്മുടെ ജെഫറീസ് എന്ന് പറഞ്ഞ FII ഉണ്ടല്ലോ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ ആയ അല്ലെങ്കിൽ ഫോറിൻ ബ്രോക്കറേജ് ആയ ജെഫറീസിന്റെ ഗ്ലോബൽ ഇക്വിറ്റി ഹെഡിന്റെ പേരാണ് ക്രിസ് വുഡ് എന്ന്. ഈ ക്രിസ് വുഡ് നമ്മുടെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിലും ഏഷ്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ വേർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ 1996 മുതൽ എല്ലാ ഈ പറയുന്ന പോലെ ഒരു വീക്ക്ലി റിപ്പോർട്ട് അദ്ദേഹം ഇറക്കും. അതിനെ ഗ്രീഡ് ആൻഡ് ഫിയർ എന്ന് പറയും. ഈ ഗ്രീഡ് ആൻഡ് ഫിയർ റിപ്പോർട്ട് വായിക്കുക എന്നുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഒരുപാട് കാര്യങ്ങൾ ഗ്ലോബലി കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതാണ്ട് ജൂലൈ 1996 മുതൽ അദ്ദേഹം ഇതുവരെ കോവിഡിന്റെ സമയത്ത് എങ്ങാണ്ട് മാത്രമേ ചില സമയത്തൊന്ന് കുറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും അദ്ദേഹം വായിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്, പുതിയ റിപ്പോർട്ട് ഞാനൊന്ന് വായിക്കാനുണ്ടായി. അതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗ്രീഡ് ആൻഡ് ഫിയർ റിപ്പോർട്ടിൽ എസ്പെഷ്യലി ക്രിസ് വുഡിൻ്റെ ഇതിൽ എഴുതിയിരിക്കുന്നത് ഈ ടാക്കോ ട്രേഡ് മേ ഹാവ് റൺ ഇറ്റ്സ് കോഴ്സ്. ടാക്കോ ട്രേഡ് എന്ന് അയാൾ മെൻഷൻ ചെയ്ത വാക്ക് TACO, അതായത് ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട്. ആ ട്രേഡ് ഏതാണ്ട് അതിൻ്റെ എൻഡിലേക്ക് എത്തിയെന്നാണ്. അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഈ അമേരിക്കൻ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ ട്രംപിൻ്റെ കാര്യങ്ങൾ എടുത്തേക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഇത്രയും അൺസർട്ടനിറ്റി നമ്മുടെ ടാരിഫിൻ്റെ കാര്യത്തിലും ട്രെയിനിൻ്റെ കാര്യത്തിലും ഉണ്ടെങ്കിൽ പോലും US മാർക്കറ്റ് റെക്കോർഡ് ഹൈയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കണേന്നുള്ള നമ്മൾ എത്ര നാൾ പറഞ്ഞു US-നെ സംബന്ധിച്ച് നെഗറ്റീവാണ്, ഇൻഫ്ലേഷൻ കൂടും, കൺസ്യൂമറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, ഇത് ആര് അബ്സോർബ് ചെയ്യും എന്നുള്ള ക്വസ്റ്റനൊക്കെ പറയുമ്പോഴും മാർക്കറ്റ് മുന്നോട്ട് പോകുന്നു. നമ്മൾ 3 കാരണങ്ങളായിരിക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷേ
ക്രിസ് വുഡിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ നരേഷനിലുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട്. അതായത് ട്രംപ് എപ്പോൾ വന്നാലും ഇപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് കാണുന്നതെന്നറിയോ, ട്രംപിനെ മാർക്കറ്റ് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതായത് ട്രംപ് എന്തെങ്കിലും പറയുമ്പോൾ ആദ്യം ഒരു നീജർക്ക് റിയാക്ഷൻ ഏപ്രിലിൽ വന്ന പോലെ വലിയൊരു ഫോള് US മാർക്കറ്റിലേക്ക് വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രംപിന്റെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജഗിൾ ചെയ്താണ് പോകുന്നത്. അതായത് ഞങ്ങൾ ചൈനയെ ഇനി ഒരിക്കലും ഞങ്ങൾ പെർമിറ്റ് ചെയ്യില്ല എന്ന് പറയും, ഒരാഴ്ച കഴിയുമ്പോൾ ചൈനയായിട്ട് ട്രേഡ് ഡീൽ സൈൻ ചെയ്തു എന്ന് പറയും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് വല്ല അൺസർട്ടനിറ്റി ഭയങ്കര എക്സ്ട്രീംസിൽ ട്രംപ് പെരുമാറുന്നത് കാരണം ഇപ്പൊ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ട്രംപ് ആർക്ക് ലെറ്റർ അയച്ചാലും മാർക്കറ്റ് അധികമായിട്ട് അനങ്ങാൻ പോകുന്നില്ല. പകരം മാർക്കറ്റ് എന്താ ചെയ്യണമെന്ന് അറിയോ, മാർക്കറ്റ് ഇസ് കോൺസ്റ്റന്റ്ലി സെലിബ്രേറ്റിംഗ് ഇൻ ദ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാപെക്സ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ക്യാപെക്സ് ആണല്ലോ ഇപ്പൊ ടെക് കമ്പനി US ടെക് കമ്പനീസിലൊക്കെ ഒരു റാലി നടക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ് വരുന്നു, അല്ലെങ്കിൽ ടെസ്ല പുതിയ ടെക്നോളജി വരുന്നു. അതായത് ന്യൂ ഏജ് ടെക്നോളജിയാണ് US മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് വരുന്നത്. ആ ഒരു ട്രേഡിന്റെ പുറകെ തന്നെയാണ് US മാർക്കറ്റ് പോകുന്നത്. ട്രംപിന്റെ വാക്കുകൾക്ക് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് വലിയ വില കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നത്, അതായത് 47th പ്രസിഡന്റ്, അതായത് ക്രിസ് വുഡ് പറയുന്നത് 47th പ്രസിഡന്റ് ഈസ് എക്സിബിറ്റിംഗ് സെൽഫ് കോൺഫിഡൻസ്. അതായത് ട്രംപ് ഭയങ്കരമായിട്ട് സെൽഫ് കോൺഫിഡൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. കാര്യം എന്താ, അദ്ദേഹം തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നത്, കണ്ട ഞാൻ ഇതൊക്കെ പറയുമ്പോൾ പോലും മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നില്ല. കാര്യം എന്താ, മാർക്കറ്റിന് ഞാൻ എടുക്കുന്ന റൂളുകൾ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ലോസ്, ഞാൻ കൊണ്ടുവരുന്ന നിയമങ്ങൾ, ഈ ടാരിഫിനെ ബേസ് ചെയ്യുന്ന നിയമങ്ങളൊക്കെ മാർക്കറ്റിന് ഇഷ്ടപ്പെടുന്നു എന്ന് ട്രംപ് തന്നെ പറയുന്നു. ആൾക്കാർ പുറത്ത് നോക്കിയിട്ട് ട്രംപ് ഇതൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറും. അപ്പം മാർക്കറ്റും ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആവുന്നു, കോംപ്ലേസൻ്റ് ആവുന്നു. ട്രംപും ശരിക്കും പറഞ്ഞാൽ ഓവർ കോൺഫിഡൻ്റ് ഒക്കെ ആവണം. അപ്പോൾ ക്രിസ് വുഡ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് അദ്ദേഹം പറയണത് വെച്ചാൽ ഇപ്രാവശ്യം അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല. നമ്മൾ CPI ഇൻഫ്ലേഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡേറ്റ നമ്മൾ US നോക്കാൻ നേരത്ത് സ്ലോലി ആൻഡ് കൺസിസ്റ്റൻ്റ്ലി ഈ ടാരിഫ് കാരണമുള്ള ഒരു ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പ്രൈസ് റൈസ് CPI ഡേറ്റയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് ഭയങ്കരമായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് കൂടും. പിന്നെ അത് മാത്രമല്ല, ട്രംപിനെ ഇങ്ങനെ ഇത്ര ഈ പറഞ്ഞ പോലെ ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വെച്ച് ട്രംപ് തിരിയും എന്നുള്ളതാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. അതായത് ട്രംപ് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലും ലാസ്റ്റ് ട്രംപ് ഒരു U-ടേൺ അടിക്കും എന്നുള്ള. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം August 1 ശേഷം അങ്ങനെ ചെയ്യില്ലാതെ വരികയാണെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോണത് എന്നുള്ളതിനെ കുറിച്ചൊരു കോഷൻ അദ്ദേഹം ഗ്രീഡ് ആൻഡ് ഫിയർ റിപ്പോർട്ടിൽ ഒന്ന് പറഞ്ഞു വെക്കണമെന്നുള്ളൂ. അപ്പോൾ ആൾക്കാർ കോംപ്ലേസൻ്റ് ആവരുത്. നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 2 ആഴ്ച 3 ആഴ്ചയായിട്ട് നമ്മൾ പറയുന്നത് എന്താ, കോഷ്യസ് ഓപ്റ്റിമിസം എന്നുള്ള വാക്ക് നമ്മൾ ഇതുവരെ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്കിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ടില്ല. അതായത് മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ എല്ലാ പോസിറ്റീവ്സും അല്ലെങ്കിൽ നിലനിൽക്കുമ്പോൾ തന്നെ എല്ലാവരും ട്രേഡ് ഡീൽ ഇപ്പോൾ സൈൻ ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഈ ട്രേഡ് ഡീൽ സൈൻ ചെയ്താലും സൈൻ ചെയ്തില്ലെങ്കിലും ഇന്ത്യൻ കമ്പനിക്ക് അഫക്റ്റ് ചെയ്യാൻ പോകണു എന്നുള്ള കാര്യം. ചില കോസ്റ്റ് ഓഫ് നമ്മൾ എന്തായാലും ട്രേഡ് ഡീൽ സൈൻ ചെയ്യണമെന്ന് വിചാരിക്കാം. ട്രേഡ് ഡീൽ സൈൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പണ്ടുണ്ടായിരുന്നത് ടോട്ടലി എഫക്റ്റീവ് ആയിട്ടുള്ള ടാരിഫ് എന്ന് പറഞ്ഞാൽ US ആയിട്ട് 3% ആണ്. അതിനെ കൂട്ടിയിട്ട് 10 15 18 അല്ലെങ്കിൽ 20% ആക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുന്ന് US എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്ന സാധനങ്ങളുടെ വില ഭയങ്കരമായിട്ട് കൂടുമെന്നുള്ള. ആ വില കൂടുന്നത് എങ്ങനെയായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇമ്പോർട്ട് ചെയ്യണ കമ്പനികൾ കംപ്ലീറ്റ് ഹിറ്റ് എടുക്കില്ല. കാര്യം കൺസ്യൂമറിന് ഇത് പാസ് ഓൺ ചെയ്യണതിനുള്ള ലിമിറ്റേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ 3 രീതിയിലായിരിക്കും അത് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 100 രൂപയുടെ സാധനം ഇപ്പോൾ 120 രൂപയാവും. 20% ടാരിഫ് വെക്കുകയാണെങ്കിൽ അമേരിക്കൻ പോർട്ടിലേക്ക് ഇന്ത്യൻ സാധനങ്ങൾ അയക്കുന്നത് 100 രൂപ എന്ന് പറഞ്ഞാൽ 120 രൂപ ആവുകയാണെങ്കിൽ ആ 20 രൂപ പ്രൈസ് റൈസ് എനിക്ക് തോന്നുന്നു 3 പേരും ഷെയർ ചെയ്യുമായിരിക്കും. അതായത് എക്സ്പോർട്ട് ചെയ്യണ ഇന്ത്യൻ കമ്പനി, ഇമ്പോർട്ട് ചെയ്യണ US കമ്പനി, അതിന്റെ കുറച്ചു ഭാഗം ഈ പറയുന്ന പോലെ കൺസ്യൂമറിനും പാസ് ചെയ്യും. ഇങ്ങനെ ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്കത് ശരിയാവില്ല. കാര്യം എല്ലാവരുടെ പ്രോഫിറ്റ് മാർജിനും അത് ഹിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് ചെയ്തിരുന്നതിനേക്കാളും, അതായത് പ്രയർ ടു ട്രംപ് എക്സ്പോർട്ട് ചെയ്തതിനെക്കാട്ടിലും നമ്മുടെ ഗുഡ്സിന്റെ കോസ്റ്റ് ഓഫ് എക്സ്പോർട്സ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും നമ്മൾ ഡീല് സൈൻ ചെയ്യുകയാണെങ്കിൽ. രണ്ടാമത് ഈ പറയുന്ന പോലെ നമുക്ക് US വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ തുറന്നു കൊടുക്കേണ്ടി വരും എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യത്തിൽ US തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പല പ്രോഡക്ട്സും നല്ല ഹെവി കോമ്പറ്റീഷൻ നമുക്ക് കിട്ടുമെന്നുള്ള. അപ്പോൾ ഡീല് സൈൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ കണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ മാർക്കറ്റിന് ചെറിയൊരു നെഗറ്റീവാണെന്ന്. ഇനി അഥവാ ഡീല് സൈൻ ചെയ്തില്ലെങ്കിലോ മാർക്കറ്റ് ഇപ്പം മുന്നോട്ട് പോയിരിക്കുന്നത് ഡീല് സൈൻ ചെയ്യുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്നാണ്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് ഇനി ഡീല് സൈൻ ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് റീട്രേസ് ചെയ്യുമോ. അപ്പോൾ ഈ ഒരു കൺസേൺ കൊണ്ട് തന്നെ നമ്മളൊരു 3 ആഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റിൽ കോഷ്യസ് ഓപ്റ്റിമിസം ആണെന്ന്. പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് നമ്മൾ വീണ്ടും പറയണം, നമ്മൾ ലക്കി ആയതുകൊണ്ടോ ഫൂൾ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ് ആയതുകൊണ്ടോ മാർക്കറ്റ് അവിടുന്ന് ഗ്രൈൻഡ് ചെയ്ത് താഴേക്ക് വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഇപ്പം മാർക്കറ്റ് ഇമ്പോർട്ടൻറ്റ് ലെവൽ, അതായത് 40 DMA നമ്മൾ കട്ട് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ 40 DMA കട്ട് ചെയ്ത് ബ്രീച്ച് ചെയ്ത്, അതായത് പ്രീവിയസ് ലോ ആയിട്ടുള്ള 25,001 കട്ട് ചെയ്ത് താഴേക്ക് പോയി. അതായത്
ആ 24,930 റെസ്പെക്ട് ചെയ്തു എന്നുള്ളത് കറക്റ്റാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ ട്രേഡ് പ്ലേ ഔട്ട് ചെയ്തു എന്നുള്ളതാണ്. എന്നാണെങ്കിൽ 24,882 എന്ന് പറയുന്ന ഒരു ലോ കൂടി തിരിച്ച് ലോ ആയിട്ട്, അതായത് നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഗ്രൈൻഡിങ് ആയിട്ട് പോകുന്നതാണ് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഒരൊറ്റ ഫോൾ ആണ് നമുക്ക് മാർക്കറ്റിൽ വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ഹെവി സെല്ലിംഗ് വന്നു, മാർക്കറ്റ് പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്യുന്നു. ഇത് ഗ്രൈൻഡ് ചെയ്താണ് താഴെ പോയിരിക്കുന്നത് എന്നുള്ള ഒരു പക്ഷേ നമ്മൾ ഒരു രീതിയിൽ നമുക്ക് ഒരു ആശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് ശരിക്കും ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റി, അതായത് ഒന്ന് സൂക്ഷിച്ചോളാം. അധികം ഒരു കോഷ്യസ് ഓപ്റ്റിമിസം നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ ബെയറിഷ് ആണെന്നല്ല, നിങ്ങൾ ലിവറേജ്ഡ് ആയിട്ടുള്ള പൊസിഷൻസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കടം മേടിച്ച പൈസയോ അല്ലെങ്കിൽ പെട്ടെന്ന് 3 ആഴ്ചയിൽ ഇപ്പോൾ ട്രേഡ് ഡീൽ സൈൻ ചെയ്യുമ്പോഴത്തേക്കും കാശ് ഉണ്ടാക്കാമെന്നോ വിശ്വസിച്ച് മാർക്കറ്റിലേക്ക് വരരുത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു റിപ്പോർട്ട്, ഞാൻ ആക്ച്വലി ഇത് ശനിയാഴ്ച വന്നതാണ്, ട്രേഡ് ഡീലിനെ കുറിച്ച് ഇന്ത്യയും യു എസും തമ്മിൽ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം. അതിനകത്ത് പറയുന്നത് വെച്ചാൽ മേ ബി ഈ പറയുന്ന പോലെ ഈ GM ക്രോപ്സും ഡയറിയും ആണല്ലോ നമ്മളും അവരും തമ്മിലുള്ള, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയാണല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നത്. ചിലപ്പോൾ US അത് ആക്ച്വലി ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് GM ക്രോപ്സിൻ്റെ കാര്യത്തിലും ഡയറി പ്രോഡക്ട്സിൻ്റെ കാര്യത്തിലും US തൽക്കാലം ഒന്ന് ചവിട്ടി പിടിക്കും. കാര്യം വെച്ചാൽ August 1 മുമ്പേ ഒരു മിനി ട്രേഡ് ഡീൽ നമ്മൾ സൈൻ ചെയ്തിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മെഗാ ട്രേഡ് ഡീൽ സൈൻ ചെയ്യുമ്പോഴത്തേക്കും സംസാരിക്കാം. ഏതായാലും ഇന്ത്യ ആയിട്ട് August 1 മുമ്പേ തന്നെ സൈൻ ചെയ്യണമെന്ന് രണ്ട് രാജ്യങ്ങൾക്കും ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ്, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് തൽക്കാലം ആ കണ്ടൻഷ്യസ് ഇഷ്യൂ ആയിട്ട് മാറ്റി വെക്കാം എന്നുള്ള. ഇപ്പോൾ വിയറ്റ്നാമായിട്ട് നോക്കുകയാണെങ്കിൽ 20% ടാരിഫ് വെച്ചേക്കുന്നത്. ഏതായാലും നമ്മൾ അതിൽ ഒരു രസമുള്ളൊരു കാര്യം തരുമോ, ഈ 20% ടാരിഫ് എന്ന് ഡിക്ലെയർ ചെയ്ത ആരാ? അമേരിക്കൻ പ്രസിഡന്റ്. ഞങ്ങൾ എന്താ പറയുക വിയറ്റ്നാമായിട്ട് സൈൻ ചെയ്തു, 20% അടിച്ചു. ബട്ട് വിയറ്റ്നാം ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാം അത് റിട്രാക്ട് ചെയ്തു എന്നുള്ള. ഇപ്പോൾ വിയറ്റ്നാം മീഡിയയിലൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവിടെ പൊളിറ്റിക്കലായിട്ട് ഓരോരുത്തർ ചോദ്യം അവിടുത്തെ ഗവൺമെൻറ് ചോദിക്കുമ്പോൾ അവിടുത്തെ പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ 11% എഗ്രി ചെയ്തുള്ളൂ. ഈ ട്രംപ് എന്തിനാ ചാടിക്കയറി 20% പറഞ്ഞത് നമുക്കറിയാം. നമുക്കും അറിയാം ഈ ട്രംപ് ചില കാര്യങ്ങൾ കേട്ട ഉടൻ തന്നെ ട്രൂത്ത് സോഷ്യലിൽ അല്ലെങ്കിൽ ഒരു പ്രസ് റിലീസ് അല്ലെങ്കിൽ എയർഫോഴ്സ് വണ്ണിൽ ട്രാവൽ ചെയ്യുമ്പോൾ പത്രക്കാരോടും പ്രസിനോടും എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റ് പറയണമെന്നുള്ള. ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയേയില്ല, നമുക്ക് അറിയാനും പറ്റില്ല, നമ്മൾ വെറും ചെറിയ ആൾക്കാരാണെന്നുള്ള. പക്ഷേ ഇമ്പോസ് ചെയ്യുന്നത്, അതായത് ഒരു പറയുന്ന പോലെ ഒരു എന്താ പറയുക ഒരു പ്രഷർ ടാക്ടിക്സ് എന്നുള്ള പോലെ. അപ്പൊ വിയറ്റ്നാം പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഏതാണ്ട് 11% എന്ന കണക്കായിട്ടാണ് ഞങ്ങൾ സംസാരം മുന്നോട്ട് പോയത്. എന്നാൽ ട്രംപ് US പ്രസിഡന്റ് നേരെ ചെന്നിട്ട് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു ഞങ്ങൾ 20% സൈൻ ചെയ്തു എന്നുള്ള. നമ്മളിപ്പോൾ അതേപോലെ തന്നെ ഇന്തോനേഷ്യയിൽ ശരിക്കും പറഞ്ഞാൽ 19% ആണ് ഇന്തോനേഷ്യയായിട്ട് ടാരിഫ് വെച്ചേക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ പൊളിറ്റിക്കൽ സർക്കിൾസ് അല്ലെങ്കിൽ മീഡിയ പറയുന്നത് വെച്ചാൽ ഇതൊരു ലാർജർ കൺസൾട്ടേഷനൊന്നും നടന്നിട്ടില്ല. അതായത് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അവിടെ ഒരു ഡെലിഗേറ്റ് ഒരു ഫോറം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് US ആയിട്ട് സംസാരിക്കാനായിട്ട്. ഇത് വെറും ട്രംപും അവിടുത്തെ പ്രൈം മിനിസ്റ്ററും അവിടുത്തെ പ്രസിഡന്റ് ഇന്തോനേഷ്യൻ പ്രസിഡന്റും ഫോണിൽ കൂടി സംസാരിച്ച ഒരു വർത്തമാനത്തിനെ കുറിച്ചാണ് ട്രംപ് ഈ ശരിക്കും പറഞ്ഞാൽ 19% വെച്ചതെന്നുള്ള. അതായത് ഞങ്ങൾ ആരും ഈ പറയുന്ന പോലെ ഈ വാക്കുകൾക്കോ അല്ലെങ്കിൽ ഈ ഫിഗേഴ്സിനോ ഞങ്ങൾ സമ്മതിച്ചൊന്നുമില്ല, ആലോചിക്കാമെന്ന് പറഞ്ഞേ ഉള്ളൂ. അതിനു മുമ്പേ തന്നെ ട്രംപ് പോയിട്ട് ഇതൊക്കെ അങ്ങനെ പറയുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ ട്രംപിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ നമുക്ക് മാർഗ്ഗമില്ല എന്നുള്ള. പക്ഷെ ഒരു കാര്യം പറയേണ്ടതായിട്ടിരിക്കുന്നു, ഈ ശരിക്കും പറഞ്ഞാൽ അത് രഘുരാം രാജനും നമ്മുടെ പ്രീവിയസ് RBI ഗവർണറും ഒന്ന് വാൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കാര്യം വെച്ചാൽ നമ്മൾ വളരെ ഷ്രൂഡും ശരിക്കും കെയർഫുള്ളും നല്ല സ്മാർട്ടും ആയിരിക്കണം US ആയിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ നേരത്ത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇദ്ദേഹം എന്തെങ്കിലും നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പ്രസ്സിലേക്ക് പോയിട്ട് ആ ഒരു വർത്താനം അങ്ങ് പറഞ്ഞിട്ട് നമ്മളെ ആ രീതിയിലേക്ക് അദ്ദേഹം ആലോചിച്ച് വെച്ചിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു പതിവാണ് സാധാരണ ഉണ്ടാവണം എന്നുള്ള. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യണം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇൻസിസ്റ്റ് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഒരു ഡീൽ നമ്മൾ അവരായിട്ട് ഉറപ്പിക്കുകയാണെങ്കിൽ ഒരു ജോയിന്റ് പ്രസ് സ്റ്റേറ്റ്മെന്റ് പറയണം. അല്ലാണ്ട് അവർ മാത്രം അല്ലെങ്കിൽ US പ്രസിഡന്റ് മാത്രം ട്രൂത്ത് സോഷ്യലിൽ വന്ന് ഡിക്ലെയർ ചെയ്യുന്ന സ്ഥിതി ആവരുത്. എല്ലാ കാര്യത്തിനും നമ്മളൊരു ടാബ് വെച്ച് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ ഈ ട്രംപിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്ര ലൈറ്റായിട്ടോ ഒരു ഓവർ കോൺഫിഡൻസിലോ കോംപ്ലൈസൻസിയിലോ എടുക്കണ്ട. അയാൾ വലിയൊരു സ്മാർട്ടായിട്ടുള്ള ബിസിനസ് മാൻ ആണ്. അതിനെ തരത്തിനനുസരിച്ച് നമ്മൾ നിൽക്കണം എന്നുള്ളതും കൂടെ പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ള. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയാലോ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ ഓയിലിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു സാങ്ഷൻ വച്ചിട്ടുണ്ടെന്നുള്ള. അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് വലിയ രീതിയിലൊന്നും നമ്മൾ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊന്നും അതിനെ എടുത്തിട്ടില്ല. അതുപോലെ ബ്രിക്സ് രാജ്യങ്ങളിലേക്ക് വയ്ക്കും എന്നുള്ള പറയുന്ന ടാരിഫിനെയും നമ്മൾ വെറും ഒരു പോസ്റ്ററിംഗ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. അത് മാത്രമല്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു റെസ്ട്രിക്ഷൻസ് വരികയാണെങ്കിൽ, റഷ്യൻ ഓയിലിന് റെസ്ട്രിക്ഷൻ വരികയാണെങ്കിൽ ഇന്ത്യൻ കമ്പനിക്ക് കുറച്ചുകൂടെ ചീപ്പായിട്ട് ഓയിൽ കിട്ടും എന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ് ഇപ്പോൾ റിലയൻസിൻ്റെ
റിസൾട്ട് വന്നു, നല്ല ഭേദപ്പെട്ട റിസൾട്ടാണ്, ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ. അപ്പോൾ ഇതേപോലെ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ റിഫൈനിങ് കമ്പനീസിന് ഇത് ബെറ്റർ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ബാക്ക് ഹോപ്പ് നമ്മൾ നിഫ്റ്റിയുടെ സെറ്റപ്പിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു 40 DMA അതൊന്ന് കട്ട് ചെയ്ത് താഴേക്ക് പോയി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ഹോൾഡ് ചെയ്ത് നിൽക്കണു എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് അപ്വേർഡ് റെസിസ്റ്റൻസ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ നോക്കിയിട്ട് ഞാൻ ഇന്ന് രാവിലെ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് 25,145 ലെവൽസ്, അത് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ 25,318. ബട്ട് അതൊക്കെ ഏതാണ്ട് പാഴ്വാക്കുകളായി എന്നുള്ളതാണ് മാർക്കറ്റ് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. വീണ്ടും 25,000 എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് റീഗെയിൻ ചെയ്തിട്ടുണ്ട് നിഫ്റ്റി. കാര്യം 24,800 എങ്ങാനും വെച്ചിട്ട് അത് ടേൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് വിൽ ട്രെൻഡ് ഡൗൺവേർഡ്സ് എന്നാണ്. അതിന്റെ ആ കൺസോൾട്ടേഷൻ റേഞ്ച് മുകളിൽ പതുക്കെ ഗ്രൈൻഡ് ചെയ്ത് താഴേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു കാര്യം കൂടെ, ഇതെനിക്ക് ഒട്ടും ഉറപ്പ് പറയാനില്ല, ബട്ട് ഇപ്പം ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. അതായത് ഇപ്പം നമുക്കും ഈ ഫണ്ട് മാനേജ്മെന്റ് ഇൻഡസ്ട്രിയിൽ കുറേ കൊല്ലമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ നമുക്ക് ഫെലോ ഫണ്ട് മാനേജേഴ്സും മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സം പീപ്പിൾ tracking the government closely says that there is something big that is going to come in the monsoon session of parliament. Monsoon session of parliament ഇന്ന് തുടങ്ങുന്നു. തീർച്ചയായിട്ടും അതിനകത്ത് സംസാരം വരാൻ പോകുന്നത് ബീഹാറിലെ ഇലക്ട്രോൺ റോൾസിനെ കുറിച്ച് സംസാരിക്കും, രണ്ടാമത് പഹൽഗാം അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ ട്രംപിന്റെ ടാരിഫിനെ കുറിച്ച് സംസാരിക്കും. ഇങ്ങനത്തെ ഡിസ്കഷൻസ് ആയിരിക്കുമല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടെംപ്ലേറ്റ് ആയിട്ട് കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ള. ബട്ട് ഒരു സോഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് വെറും സ്പെക്കുലേഷൻ ആവാം. ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഇപ്പോൾ IT ബില്ല്, പുതിയ IT ബില്ലിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ എന്തായാലും വരും. ഇതൊക്കെ ഗിവൺ ആണ്, എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നടക്കും. ബട്ട് എന്തോ ഒരു കാര്യത്തിനുള്ള പ്ലാനിങ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുന്നു. പതിവില്ലാതെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പ്രസിഡന്റായ ദ്രൗപദി മുർമുവിനെ കാണുന്നു. അത് മാത്രമല്ല നമ്മുടെ ഓണറബിൾ ഹോം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും തമ്മിൽ, രാജ്നാഥ് സിംഗും അമിത്ഷായും തമ്മിലൊരു മീറ്റിംഗ് നടന്നു. ഇതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ചില ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു മൺസൂൺ പാർലമെന്ററി സെഷനിലേക്ക് നമ്മൾ പോണു എന്നുള്ളതാണോ കാണിക്കുന്നതെന്നൊരു സംശയമുണ്ട്. ദിസ് മൈറ്റ് ബി എ സ്പെക്കുലേഷൻ ഓർ എ റൂമർ, ബട്ട് ഇത് എന്താണെന്നുള്ളത് കാത്തു നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ പാർലമെന്റിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പാർലമെന്റിൽ ശരിക്കും പറഞ്ഞാൽ ഒപ്പോസിഷന് ഒരുപാട് വെപ്പൺസ് ഉണ്ട് ഗവൺമെന്റ് അടുത്ത് സംസാരിക്കാനായിട്ട്. അപ്പൊ ഇനി അതിനെ ടൈഡ് ഓവർ ചെയ്യാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രമാറ്റിക് ആയിട്ടുള്ള ഈ ടാരിഫിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ എന്തെങ്കിലും, പക്ഷേ ഇതൊരിക്കലും ശരിക്കും ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് കുഡ് ബി പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ എന്ത് വേണമെങ്കിലും ആവാന്നുള്ള, ബട്ട് ഒരു സ്പെക്കുലേഷൻ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ള പറഞ്ഞത് വെക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ശരിക്കും മാർക്കറ്റിൽ നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ ഈ പറഞ്ഞല്ലോ, ഈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ശരിക്കും ഡിസ്കസ് ചെയ്യാനുള്ളത് ജാസ്മിൻ പറഞ്ഞ പോലെ ഈ ട്രേഡ് ഡീലിലൊന്നും വലിയ സംഭവം സംഭവിച്ചില്ല. ഇനി വരാൻ പോണ ദിവസങ്ങളിലായിരിക്കും കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത്. എങ്കിലും മാർക്കറ്റിൽ റിസൾട്ട് സീസൺ തന്നെയാണ് നമ്മളെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പോണേന്നുള്ള. അപ്പോൾ എന്താ പറയുക ഒരു ഹെഡ്വിൻഡുകളാണ്. റിസൾട്ട്സ് നന്നാവുക ഒരു കാര്യം, രണ്ടാമത് ഈ ടാരിഫിൻ്റെ കാര്യത്തിൽ ഒരു ലോജിക്കൽ കൺക്ലൂഷൻ എത്തുക. നടന്നാലും നടന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു റിസൾട്ട് വരണം. ഇത് ഇന്ന് നാളെ ഇന്ന് എന്നുള്ള രീതിയിൽ പോകുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് ഒരിക്കലും അൺസർട്ടനിറ്റി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള. പിന്നെ വീക്കെൻഡ് നമുക്കറിയാലോ വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. ഒരു കമ്പനിയുടെ കാര്യത്തിലും ചെറിയ കമ്പനികളല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. റിലയൻസ് വന്നു, ICICI ബാങ്ക് വന്നു, HDFC ബാങ്ക് വന്നു, പിന്നെ ആക്സിസ് ബാങ്കിൻ്റെ എന്താ പറയുക RBI ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ അസറ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരു റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച കണ്ട നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലൊരു അസറ്റ് ക്ലാസിഫിക്കേഷൻ അവർ ശരിക്കും പറഞ്ഞാൽ റീക്ലാസിഫൈ ചെയ്തു. അത് കാരണമായിട്ട് ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് ഓപ്റ്റിക്കലി മോശമായിട്ട് കണ്ടു എന്നുള്ള. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ആലോചിച്ചിരുന്നു എന്തുകൊണ്ടായിരിക്കും ആക്സിസ് ബാങ്ക് ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ട് ഈ ക്വാർട്ടറിൽ തന്നെ എടുത്തത് എന്നുള്ളത്. എന്തുകൊണ്ട് ആ അസറ്റ് റീക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ്റെ ചേഞ്ച്, ആ അക്കൗണ്ടിങ് രീതിയിലുള്ള മാറ്റം എന്തുകൊണ്ടാണ് ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ കൊണ്ടുവന്നതെന്നുള്ളതിൻ്റെ ആ ഒരു എവിഡൻസ് പുറത്തു വന്നിരിക്കുന്നു. അതായത് RBI ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ്. RBI വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് അറ്റ് ദ വേ ഇൻ വിച്ച് ആക്സിസ് ബാങ്ക് ഹാസ് ബീൻ റിപ്പോർട്ടിംഗ് ദെയർ NPA. അതായത് വേണ്ട രീതിയിൽ NPA കറക്റ്റ് രീതിയിൽ വളരെ ലൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് വളരെ ഒരു സ്ട്രിക്റ്റ് നോംസിൽ നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് RBI ഉണ്ടായിട്ട് RBIയുടെ പ്രഷറിലാണെന്ന് തോന്നുന്നു ആക്സിസ് ബാങ്ക് ഇത് ഡിക്ലെയർ ചെയ്തെന്നുള്ള. അപ്പോൾ അത് റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിനെ കമ്പയർ ചെയ്യണമെന്നറിയോ, നമ്മളൊരു ഇഷ്യൂ വരുമ്പോൾ രണ്ട് എക്സ്ട്രീംസ് ഒന്ന് കയറി സംസാരിക്കുമല്ലോ, വളരെ ഓവർ ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പല ആർട്ടിക്കിളും ഞാൻ കണ്ടു ഇതൊരു മറ്റൊരു ഇൻഡസിൻ ബാങ്ക് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ ഈ ഇൻഡസിൻ ബാങ്കിൽ നടന്ന ഒരു കാര്യം ക്ഷമിക്കണം, ഇൻഡസിൻ ബാങ്കിൽ നടക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഇൻഡസിൻ ബാങ്കിൽ ആ ശരിക്കും പറഞ്ഞാൽ NPA ക്ലാസിഫിക്കേഷൻ്റെ കാര്യത്തിലല്ല,
അണ്ടർ റിപ്പോർട്ട് ചെയ്തു എന്നാണ്. അതായത് അവർക്ക് പറ്റിയ ഒരു ഹെഡ്ജിങ് ലോസ്, അതായത് ആ ട്രേഡിംഗ് ഡെസ്കിൽ ഉണ്ടായിരുന്ന ഒരു ഹെഡ്ജിങ് ലോസിനെ അവർ അറിഞ്ഞിട്ട് പോലും കറക്റ്റ് സമയത്തിന് അവർക്ക് ഒരു ഇൻഡിക്കേഷൻ കിട്ടിയിട്ട് പോലും അവർ അത് അടക്കി പിടിച്ചു വെച്ചിട്ട് മാർക്കറ്റിനെ വളരെ ലേറ്റ് ആയിട്ടാണ് അറിയിച്ചതെന്നുള്ളതാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ. അതുമാത്രമല്ല അത് നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ സിഇഒൻ്റെയും ഡെപ്യൂട്ടി സുമന്ത് കത്പാലിയയുടെ സിഇഒ എന്ന് പറയുന്നത് സുമന്ത് കത്പാലിയയുടെ, അതുകൂടാതെ ഡെപ്യൂട്ടി സിഇഒൻ്റെയും ഇൻസൈഡർ ട്രേഡിംഗ്, അതായത് സെല്ലിങ്ങും കൂടെ നടന്നു ഈ ഇഷ്യൂ ജസ്റ്റ് മുമ്പായിട്ട് എന്നുള്ള. അപ്പോൾ അവർക്ക് ഇന്റേണൽ ആയിട്ടുള്ള കുറച്ച് സീക്രട്സ് അറിയാമായിരുന്നു എന്നുള്ള. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഇഷ്യൂ വേറെയാണ്, ആക്സിസ് ബാങ്കിൻ്റെ ഇഷ്യൂ വേറെയാണ്. ബട്ട് എന്നാലും ഈ ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് അതൊരു വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇൻ കമ്പാരിസൺ ടു അതർ 2 ബാങ്ക്സ്, അതായത് HDFC ബാങ്കും ICICI ബാങ്കും കൊണ്ടുവന്ന റിസൾട്ട് അപേക്ഷിച്ച് ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നല്ല കാലമല്ല എന്ന് വേണം ആ റിസൾട്ടിൽ നിന്നും ആ ന്യൂസിൽ നിന്നും ഒന്ന് പറഞ്ഞു വയ്ക്കാനെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഓപ്പണിംഗ്, സോറി ഞാൻ വളരെ സമയമെടുത്താണ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു ശ്വാസം മുട്ടലും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊന്നൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാന്നുള്ള നമുക്ക് മാർക്കറ്റിന്റെ ലൈവിലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് പറയുന്നു ജാസ്മിൻ. സാർ ഏതായാലും തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നല്ലോ കോൾഡ് ആണ്, അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്. നമ്മുടെ സ്ഥിരം പ്രേക്ഷക തങ്കമ്മ ചാക്കോ കമന്റ് ഇട്ടിരിക്കുകയാണ്, ഇപ്പോഴും നല്ല എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഈ ഒരു സബ്ജക്റ്റിനോടും ഈ ഒരു നമ്മുടെ ഈ ഒരു ഷോയിനോടുമുള്ള ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഇത്രയും ഒരു കോൾഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും ആ ഒരു എക്സൈറ്റ്മെന്റ് വരുന്നത് ഈ സബ്ജക്റ്റിനോടൊക്കെ ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് മാത്രം. ശരിക്കും ജാസ്മിൻ, ശരിക്കും എനിക്ക് നല്ല തലപ്പൊക്കാൻ വയ്യായിരുന്നു. പക്ഷേ ഈ വീക്കെൻഡ് വന്നിരിക്കുന്ന റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം റിലയൻസിൻ്റെ കാര്യങ്ങൾ വെച്ചാൽ റിലയൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. രണ്ടാമത് ICICI ബാങ്ക് HDFC ബാങ്ക് റിസൾട്ടൊക്കെ ഇൻ ലൈൻ ആയിരുന്നു, അതിനെക്കുറിച്ച് എനിക്ക് വലിയതായിട്ട് പറയാനൊന്നുമില്ല. പക്ഷേ റിലയൻസ് എന്ന് പറയുന്ന ഒരു ഹെവി വെയിറ്റ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ട് പല രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നത് ഒരു മീഡിയ എന്നുള്ള രീതിയിൽ മാർക്കറ്റിനോട് നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട്. കാര്യം സ്റ്റോക്ക് മാർക്കറ്റാണ് നമ്മുടെ തട്ടകം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഒരു ബെനിഫിഷ്യറിയാണ്, നമ്മളൊരു ഇൻവെസ്റ്ററാണ്, നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നാണ് നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തെന്നുള്ളത്. ഇതൊക്കെ കാരണം നമുക്ക് ഒരിക്കലും വീട്ടിലിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത്, നമ്മളെ ഇപ്പോൾ തങ്കമ്മ ചാക്കോക്കെ നമ്മുടെ പ്രോഗ്രാമിന് ഡെയിലി കാണുന്നവരാണ്. ആ മാഡത്തിനോട് നമുക്ക് ഒരുപാട് റെസ്പെക്ട്സ് ഉണ്ടെന്നുള്ള. പക്ഷേ പല കാര്യത്തിലും മാഡമൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്കൊരു മീഡിയ എന്നുള്ള രീതിയിൽ ഒരു പരിമിതികളുണ്ട്. നമ്മുടെ എഡിറ്റോറിയൽ പോളിസി നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അവർ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഹോൾഡ് ചെയ്തോട്ടെ, തിരിച്ച് കയറിക്കോളുമല്ലോ എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് അത്തരത്തിലൊരു അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റെഗുലേഷൻ അനുസരിച്ച്, അതായത് RBI എങ്ങനെയാണോ ബാങ്കുകൾ റെഗുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ IRDA എങ്ങനെയാണോ ഇൻഷുറൻസുകൾ റെഗുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതിലെല്ലാവരും ഉൾപ്പെടും, അതായത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ഉൾപ്പെടും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ ഉൾപ്പെടും, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനീസ്, പെൻഷൻ ഫണ്ട്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ് എല്ലാവരും ഉൾപ്പെടും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മീഡിയയും ഉൾപ്പെടുമെന്നാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റിലാക്സേഷൻ തന്നിരിക്കുന്ന കാര്യം വെച്ചാൽ നമുക്ക് കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യാം. അതായത് ഒരു എന്താ പറയുക, ഒരു സ്റ്റോക്കിനെ കുറിച്ചോ ഒരു ബിസിനസ്സിനെ കുറിച്ചോ നമുക്ക് ഇന്ന് വരെ നടന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. കാര്യം ബിക്കോസ് ദാറ്റ് ഇസ് എ പബ്ലിക് ഇൻഫർമേഷൻ. ആ പബ്ലിക് ഇൻഫർമേഷനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാം. ബട്ട് ഫോർവേഡ് ലുക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. അതായത് നാളെ ഈ സ്റ്റോക്ക് എങ്ങനെയാവും, നാളെ ഈ ബിസിനസ് എങ്ങനെ വരും, അല്ലെങ്കിൽ ഒരു ഫോർകാസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ ഒന്നും ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അതിന് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ആർക്കും ഇല്ല എന്നുള്ള, നമുക്ക് മാത്രമല്ല നമുക്ക് നല്ല ആർക്കും ഇല്ലെന്നുള്ള, അതിന് രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ്, സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സിന്റെ മാത്രം ശിക്ഷണത്തിൽ അല്ലെങ്കിൽ അവരുടെ അഡ്വൈസിൽ മാത്രമേ ചെയ്യാവൂ എന്നുള്ള. അപ്പോൾ ഒരു റെസ്പോൺസിബിൾ മാധ്യമം എന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് റിസ്ട്രെയിൻ നമ്മൾ കാണിച്ചിട്ട് നമ്മുടെ കോംപ്ലയൻസിന്റെ പരിധി തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷനോ ഒരു സോളിസിറ്റേഷനോ അഡ്വൈസോ തരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രേക്ഷകൻ ഇതേപോലെ നമ്മുടെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യം ചോദിച്ചിരുന്നു, പ്രോഗ്രാമിന്റെ നീളം ഭയങ്കരമായിട്ട് കൂടുന്നു എന്ന്. ഇത് നീളമുള്ള പ്രോഗ്രാം ആണ്, അതായത് 1 മണിക്കൂറാണ് ഇതിന് ഡെസിഗ്നേറ്റ് ചെയ്തത്. ഇപ്പം നമ്മൾ ഓരോ ചാനലുകളിലും കറണ്ട് അഫയേഴ്സ് നടത്തുന്ന ചാനലുകളിൽ ന്യൂസ് അവർ അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ടേക്ക് അല്ലെങ്കിൽ എഡിറ്റേഴ്സ് റൗണ്ട് ടേബിൾ എന്നൊക്കെ പറയുന്നത് 1 അവർ പ്രോഗ്രാം, അതായത് ഒരു എന്താ പറയുക ഒരു 50 മിനിറ്റ്സ് 55 മിനിറ്റ്സും നമ്മുടെ അഡ്വർടൈസ്മെന്റ്സും കൂടെ ചേർന്ന് 1 മണിക്കൂർ അതേപോലത്തെ ഒരു പ്രോഗ്രാമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നുള്ള. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു നോളജ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്, നമ്മളൊരു മീഡിയയാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ഇൻഫർമേഷൻ, നമ്മൾ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസുകളെ കളഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം നമ്മൾ സ്ക്രീൻ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നു. അതിൽ കൂടുതലും നമ്മുടെ മുന്നിൽ വരുന്ന ന്യൂസുകളിൽ പുറകിൽ ഒരു സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അതുവഴി ഞങ്ങൾ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ വക ന്യൂസുകളുടെ പുറകിലും ഒരു സ്റ്റോക്ക് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എങ്ങനെ എക്സ്പെർട്ടീസ് ഉണ്ടാക്കാം, നിങ്ങൾ ഒരു സാധാരണക്കാരൻ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ആ ഇൻഫർമേഷനെ
മനസ്സിലാക്കി നിങ്ങൾക്ക് മാർക്കറ്റിൽ മുന്നോട്ട് പോവാം എന്നുള്ള ഒരു കടമയാണ് നമ്മൾ ഈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള ഒരു പരിധി വരെ നമ്മൾ ഈ പറയുന്ന പോലെ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടെന്നുള്ള ആശ്വാസകരമാണ്. ബട്ട് മനുഷ്യരാണ് നമ്മൾ, നമുക്കും കുറവുകളുണ്ട്, എനിക്കും ജാസ്മിനും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള അനിലേക്കും കുറവുകളുണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ ചില സമയത്ത് നമുക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്. മനഃപൂർവ്വമല്ല, അറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യണം. ഇതൊന്ന് പറയണമെന്നുണ്ടായിരുന്ന കാര്യം പലരും ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ നിങ്ങളിങ്ങനെ കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് എന്ത് കാര്യം, മുന്നോട്ടുള്ളത് പറയും. മുന്നോട്ട് പറയാനായിട്ട് നമ്മൾ ജോത്സ്യനല്ല, മുന്നോട്ട് പറയാനായിട്ട് നമുക്ക് ലൈസൻസും ഇല്ല എന്നുള്ളത്. പഴയത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കാം, 25 കൊല്ലം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതും ഫണ്ട് മാനേജ് ചെയ്ത എക്സ്പീരിയൻസിൽ വെച്ചിട്ട് ഞാൻ പറയാണ്, മുന്നോട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്ന് വയ്ക്കുക, അതേപോലെ നടന്നു എന്നും ഇരിക്കുക. വേറെ ഒന്നും വിചാരിക്കേണ്ട, എൻ്റെ എക്സ്പെർട്ടീസ് കൊണ്ടൊന്നുമല്ല. ഒന്നില്ലെങ്കിൽ ഞാൻ ലക്കിയാണ്, ഒന്നില്ലെങ്കിൽ ഒരു ഫൂളാണ്, അല്ലെങ്കിൽ ഒരു ലയറാണ്. ഇതുകൊണ്ട് മാത്രമാണ് കറക്റ്റ്. അതായത് ഇപ്പം ഞാൻ പറയുകയാണ്, ഇന്ന് വൈകുന്നേരം മഴ പെയ്യുന്നു, ഞാൻ നടന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഈ പൊട്ടക്കണ്ടൻ മാവിലെറിഞ്ഞ പോലെ സംഭവിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് വളരെ ഓപ്പൺ ആയിട്ട് നിങ്ങളെടുത്ത് ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ സ്ട്രെങ്ത്തുകളും ഷെയർ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു വെക്കുന്നു. ജാസ്മിൻ, നന്ദി. സാർ, ഒരു ക്ലാരിഫിക്കേഷൻ. എനിക്ക് ഈ ലൈവിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ഒരു പ്രേക്ഷകൻ മിസ്റ്റർ ഷിയാസ് ആണെന്ന് തോന്നുന്നു ചോദിച്ചിട്ടുണ്ട്, HDFC ബാങ്ക് റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു എങ്കിലും ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണല്ലോ എന്ന്. HDFC ബാങ്കിൻ്റെ റിസൾട്ട് മെച്ചപ്പെട്ടത് തന്നെയായിരുന്നു. അവരുടെ ഒരു കമ്പനി റിസൾട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് ലോൺ നെറ്റ് പ്രോഫിറ്റിനെ സംബന്ധിച്ചിടത്തോളം 12% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് പുറമെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് വന്നതോടുകൂടി പല ബ്രോക്കറേജുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈ കോളും ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ 2% കൂടുതലുള്ള ഒരു നേട്ടം കമ്പനി രേഖപ്പെടുത്തുന്നത്. ഒരു കാര്യം കൂടെ ഉണ്ട് ജാസ്മിൻ, അത് ചോദിച്ച സ്ഥിതിക്ക് ഞാനൊന്ന് പറഞ്ഞു വെക്കാം. കാര്യം വെച്ചാൽ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് ഒരു ബാങ്കിനെ സംബന്ധിച്ച് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്ന് പറഞ്ഞ ഒരു ഫിഗർ ഭയങ്കരമാണ്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അല്ലെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം. അതെന്താ വെച്ചാൽ ഒരു ബാങ്കിന് സ്വന്തമായിട്ട് കാശൊന്നുമില്ല. ബാങ്ക് ഈ എന്താ പറയുക, ബാങ്ക് ഇപ്പൊ സാധാരണ ഒരു ഡെപ്പോസിറ്ററിൽ നിന്ന് നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കുന്നു. ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുത്തിട്ട് അതിനൊരു 6% 7% ഫിക്സഡ് ഡെപ്പോസിറ്റ് ഹോൾഡറിന് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ആ പൈസ എടുത്തിട്ട് നമ്മൾ കോർപ്പറേറ്റ്സിന് അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ നമ്മൾ പലർക്കുമായിട്ട് കൊടുക്കുന്നു. അത് ചിലപ്പോൾ 10% ഹൗസിംഗ് ലോൺ ആയിരിക്കാം, 11-12% പേഴ്സണൽ ലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ 13-14% കോർപ്പറേറ്റ് ലോൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുക്കുന്നു, ഡെപ്പോസിറ്റേഴ്സിന് 6-7% കൊടുക്കുന്നു, നമ്മളിത് പുറത്തോട്ട് ലോൺ കൊടുക്കുന്നു, 11-12% ഉണ്ടാക്കുന്നു. അപ്പോൾ ആ 12 - 7 ബാങ്കിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ RBI നമുക്കറിയാലോ 50 ബേസിസ് പോയിന്റ്സിന്റെ ഫ്രണ്ട് ലോഡ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു എന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്നറിയോ, നമ്മൾ ആർക്കൊക്കെ ലോൺ കൊടുത്തിട്ടുണ്ടോ ആ ലോണിന്റെ എനിക്ക് പല ബാങ്കും കൊടുത്തതിന്റെ ബുക്കിൽ 35-45% ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമ്മൾ ആ ലോൺ കൊടുത്തിരിക്കുന്നവർക്ക് ഇമ്മീഡിയറ്റ്ലി ഈ ഡ്രോപ്പ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പാസ് ഓൺ ചെയ്യണം. അതായത് ഞാനിപ്പോൾ 1000 രൂപയാണ് EMI അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് 50 ബേസിസ് പോയിന്റ്സിന്റെ ഒരു റിഡക്ഷൻ RBI തന്നിട്ടുണ്ടെന്നുണ്ട്, എൻ്റെ ലോൺ ഫ്ലോട്ടിംഗ് റേറ്റിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ 1000 രൂപ പലിശ അടയ്ക്കുന്നത് 950 rupees 975 rupees ആയിട്ട് കുറയും എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റിൽ അത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ അത് ഉടനെ റിഫ്ലക്റ്റ് ചെയ്യില്ല. കാര്യം വെച്ചാൽ ഡെപ്പോസിറ്റുകൾ ഓരോരുത്തരും 365 ദിവസം 180 ദിവസത്തിനൊക്കെ ഓൾറെഡി നമ്മുടെ റേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത്. അതും മിക്കവാറും ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ലാഗ് ആയിട്ട് മാത്രമേ ഇനി വരാൻ പോണ അവരുടെ റിന്യൂവലിൽ മാത്രമേ നമുക്ക് ഡെപ്പോസിറ്റിന്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് 50 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്യുമ്പോൾ ആ പെട്ടെന്ന് വരുന്ന ക്വാർട്ടറിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറയും എന്നുള്ളൊരു പേടി മാർക്കറ്റിനുണ്ടായിരുന്നു. കുറയുന്നുണ്ട്, പക്ഷേ പ്രതീക്ഷിച്ച അത്ര മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത രീതിയിൽ അത്രയും കുറഞ്ഞിട്ടില്ല. അത് വേണ്ട രീതിയിൽ ബാങ്കുകൾ ഹാൻഡിൽ ചെയ്തു. അതിൻ്റെ ഉത്തമ എക്സാമ്പിൾസ് ആണ് HDFC ബാങ്കും ICICI ബാങ്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒപ്റ്റിക്കലി നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പലതും നെഗറ്റീവും അല്ലെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഡൗൺ ആയെന്നും ഒക്കെ നമുക്ക് അവരുടെ പ്രൊവിഷൻസ് പോലും ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നാണ്. 44% പ്രൊവിഷൻ HDFC ബാങ്കിൻ്റെ കുറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ പാറ്റും -12% കാണിക്കുമെങ്കിൽ പോലും അവർ വിചാരിച്ചിരുന്നേക്കാളും, അതായത് മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നതിനേക്കാളും വളരെ കുറച്ച് ചെയ്തുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവായിട്ടാണ് എടുക്കുന്നതെന്നുള്ളത് നമുക്കറിയാം. ജാസ്മിൻ പറഞ്ഞ പോലെ നുവാമ അതിന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് എന്താ 2270, ഇൻവെസ്റ്റൊക്കെ കൊടുത്തിരിക്കുന്നത് 2260, മോട്ടിലാൽ കൊടുത്തിരിക്കുന്നത് 2300, IIFL കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് 2240. ദാറ്റ് മീൻസ് ഓൾ ദ ബ്രോക്കറേജസ് ഹാവ് ടേക്കൺ ദിസ് വെരി പോസിറ്റീവ്ലി. അതുമാത്രമല്ല ഡിവിഡൻഡും HDFC ബാങ്ക് കൊടുത്തു, ഒരു ബോണസ് ഇഷ്യൂം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ എവറിത്തിങ് that has happened at the end of HDFC bank is positive for the market, or market has taken it positively എന്ന് പറയുന്നതായിരിക്കും അതിന്റെ സത്യം. ഏതായാലും നമുക്കിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 45 മിനിറ്റ്സ് പിന്നിടുകയാണ്. ഇനി ഇത് ലൈവ് ഡെസ്കിലേക്ക് തന്നെ നമുക്ക് പോകാം. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ.
യെസ് നിഖിൽ, നമ്മൾ ഇന്ന് മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ 24,800 എന്നുള്ള ഒരു ലോയിലേക്ക് നിഫ്റ്റി 50 കടന്നു. പിന്നീട് അതിനുശേഷം വീണ്ടും 25,000 എന്നുള്ള ഒരു ലെവൽ റീഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു 72 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം ആദ്യ മിനിറ്റിൽ നമുക്ക് നിഫ്റ്റി 50 കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളുടെ പെർഫോമൻസ് എങ്ങനെയാണ്? ജാസ്മിൻ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏകദേശം ഒരു 0.25% മുകളിലേക്കുള്ളൊരു നേട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് 25,000 എന്ന് പറയുന്ന ഒരു ലെവൽ നിഫ്റ്റി 50 റീഗെയിൻ ചെയ്തിരിക്കുന്നു എന്നൊരു പോസിറ്റീവായൊരു കാര്യം കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. എങ്കിൽ കൂടിയും അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ ഇപ്പോഴും പരിശോധിക്കുമ്പോഴും ഒരു 40 കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി 50യിൽ നിന്ന് ഇപ്പോഴും ഇടിവിൽ തന്നെ തുടരുന്നു. അഡ്വാൻസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 10 കമ്പനികൾക്ക് മാത്രമാണ് നിഫ്റ്റി 50യിൽ നിന്ന് ഇപ്പോഴൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.25% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം നിഫ്റ്റി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഏകദേശം 400 ബേസിസ് പോയിന്റുകളുടെ ഒരു നേട്ടം, ഒരു ഉയർച്ച നിഫ്റ്റി ബാങ്ക് കാഴ്ചവെച്ചുകൊണ്ട് 56,674 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ 3 ബാങ്കിങ് ഓഹരികൾ നിലവിലൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 9 കമ്പനികളെ സംബന്ധിച്ചിടത്തോളം നിലവിലൊരു ഇടിവ് നിഫ്റ്റി ബാങ്കിൽ നിന്ന് ഈ നിമിഷം ഇപ്പോൾ കാഴ്ചവെക്കുകയാണ്. നിഫ്റ്റി 50യിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഇന്നിപ്പോൾ എടുത്തു പറയേണ്ടത് വലിയ ബാങ്കിങ് ഓഹരികളുടെ ഒരു കുതിപ്പ് തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി 50 മുൻപോട്ട് നയിക്കുന്നത്. ഇതിൽ തന്നെ ICICI ബാങ്ക് എടുത്തു പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2.5%ഉള്ളൊരു നേട്ടത്തിലേക്ക് ICICI ബാങ്ക് എത്തിയിരിക്കുന്നു. ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു പാദഫലം തന്നെയാണ് കമ്പനിക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത്. കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും മറ്റുമൊക്കെയാണ് എടുത്തു പറയേണ്ട ഒരു മെട്രിക്കായിട്ട് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഒരു 12%ഉള്ളൊരു വർധനവ് ICICI ബാങ്ക് അതിൻ്റെ ഒരു നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ കൊണ്ടുവന്നത്. ഇത് മറ്റ് ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് കമ്പനികൾക്കുമൊക്കെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും മറ്റുമൊക്കെ ഒരു കുറയുന്ന ഒരു സാഹചര്യവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു തോതിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഒരു ഔട്ട് പെർഫോമൻസ് മറ്റ് ബാങ്കിങ് കമ്പനികളെ അപേക്ഷിച്ച് ICICI ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ HDFC ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഏകദേശം ഒരു 2% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം HDFC ബാങ്കും കാഴ്ചവെക്കുന്നു. HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭേദപ്പെട്ട ഒന്നാം പാദഫലം തന്നെ കമ്പനിക്കും കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റും മറ്റുമൊക്കെ പറയുകയാണെങ്കിലും ഒരു നേട്ടം കമ്പനിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടി കമ്പനിയുടെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന നീക്കിവെപ്പുകളിലും മറ്റുമൊക്കെ ഒരു വലിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു മികച്ച റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ഏകദേശം ഒരു 2% ഒരു നേട്ടം ഇപ്പോൾ HDFC ബാങ്കും ഇപ്പോൾ കാഴ്ചവെക്കുകയാണ്. ടാറ്റ സ്റ്റീൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1% ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുമ്പോൾ അൾട്രാടെക് സിമെൻറ്റിൻ്റെ ഓഹരികൾ ഏകദേശം 1.25% മുകളിലും ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് 0.25% ഒരു നേട്ടവും നിലവിൽ ഇപ്പോൾ നിഫ്റ്റി 50യിൽ നിന്ന് കാഴ്ചവെക്കുകയാണ്. ഇന്നിപ്പോൾ ഇടിവിൽ തുടർന്ന് നിഫ്റ്റി 50 കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ ഇൻഡസിൻ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 2.25% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരികൾ ഏകദേശം ഒരു 2% ഒരു ഇടിവ് നിലവിലിപ്പോൾ ഫേസ് ചെയ്യുന്നു എന്നൊരു വാർത്തയാണ്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡ് നേട്ടവുമൊക്കെ കമ്പനിയുടെ പാദഫലത്തിൽ കമ്പനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ സാധിച്ചിരുന്നു. എങ്കിൽ കൂടിയും ഓഹരി നിലവിൽ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 2% ഇടിവ് ഇപ്പോൾ നേരിടുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുണ്ട്. നിലവിൽ മക്വയറി റിലയൻസ് ഇൻഡസ്ട്രീസിന് ഒരു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് ആണ് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നൊരു കാര്യമാണ് പറയാനുള്ളത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1,500 രൂപയാണ്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 1,446 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ 2026 ഒന്നാം പാദഫലം മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ജിയോ പരിശോധിക്കുകയാണെങ്കിലും മറ്റുമൊക്കെ ഒരു മികച്ച രീതിയിലുള്ള ഒരു വളർച്ച കാഴ്ചവെക്കാൻ കമ്പനിക്ക് സാധിച്ചെങ്കിൽ കൂടിയും റീറ്റെയിൽ ബിസിനസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കാര്യമായൊരു വളർച്ച റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. ഒന്നാം പാദഫലം മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മറ്റുമൊക്കെ എസ്റ്റിമേറ്റുകളൊക്കെ മറികടന്ന ഒരു പ്രകടനം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ പോലും ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻകം കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഏഷ്യൻ പെയിൻസിൽ കമ്പനിക്ക് ഉണ്ടായിരുന്ന ഒരു സ്റ്റേക്ക് കമ്പനി വിറ്റ് ഒഴിയുകയുണ്ടായിരുന്നു. അതിൽ നിന്ന് ലഭിച്ചിരുന്ന ഒരു വലിയ വരുമാനമാണ് ഈ ഏകദേശം ഒരു റെക്കോർഡ് പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി കമ്പനിയെ സഹായിച്ചത്. അല്ലാതെ കോർ പ്രോഫിറ്റ് അല്ലെങ്കിൽ കോർ ഓപ്പറേഷൻസിൽ നിന്ന് ഉണ്ടായ ഒരു പെർഫോമൻസ് അല്ല എന്നൊരു കാര്യം ഇപ്പോൾ മക്വയറി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. കൂടാതെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിലും ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിന് മറ്റുമൊക്കെ ഒരു റിക്കവറി കാണുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ മക്വയറി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടി ഷെയർ പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു നിയർ ടേമിലും മറ്റുമൊക്കെ ഒരു മോഡറേഷൻ, ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസും മറ്റുമൊക്കെ ഉണ്ടാവുകയെങ്കിലും കമ്പനിയുടെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായൊരു ഔട്ട്ലുക്ക് തന്നെയാണ് നിലവിൽ ഇപ്പോൾ മക്വയറി നൽകിയിരിക്കുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അടുത്തായിട്ട് മോത്തിലാൽ ഓസ്വാൾ നൽകിയിരിക്കുന്ന ഒരു ഔട്ട്ലുക്ക് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മറ്റുമൊക്കെ ഒരു ബൈ റേറ്റിംഗ് തന്നെയാണ് ഇപ്പോൾ മോത്തിലാൽ ഓസ്വാൾ നൽകിയിരിക്കുന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നുവാമയുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിലും റിലയൻസിന് ഒരു ബൈ റേറ്റിംഗ് തന്നെ നുവാമയും ഇപ്പോൾ നൽകിയിരിക്കുന്നു. അടുത്തായിട്ട് മറ്റ് ഓഹരികളുടെ പെർഫോമൻസിലേക്ക് കൂടി ഇപ്പോൾ കടക്കുകയാണെങ്കിൽ വിപ്രോയെ സംബന്ധിച്ചിടത്തോളം
ഏകദേശം ഒരു 2.25% ഒരു ഇടിവ് വിപ്രോ രേഖപ്പെടുന്നു. ആക്സിസ് ബാങ്ക് 0.5%, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഓഹരികൾ ഏകദേശം 1% ഒരു ഇടിവ് നിലയിൽ ഇപ്പോൾ നിഫ്റ്റി 50യിൽ നിന്ന് രേഖപ്പെടുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.25% മുകളിലുള്ള ഒരു നേട്ടം കാഴ്ചവെച്ചുകൊണ്ട് 56,725 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലയിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഓഹരികൾ HDFC ബാങ്കും ICICI മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഏകദേശം ഒരു 0.25% ഒരു നേട്ടം രേഖപ്പെടുന്നു. സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഓഹരികളിൽ മാർജിനലായ ഒരു നേട്ടം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി ബാങ്കിങ് ഓഹരികളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. ഇതിൽ തന്നെ AU സ്മോൾ ഫിനാൻസ് ബാങ്കും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 6.25% ഒരു ഇടിവ് നിലവിൽ ഇപ്പോൾ AU സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നേരിടുന്നു. ഇൻഡസിൻഡ് ബാങ്ക് 2.25%, ആക്സിസ് ബാങ്കിൻ്റെ ഓഹരികൾ ഏകദേശം 0.5%-അധികമുള്ളൊരു ഇടിവ് നേരിടുമ്പോൾ കാനറ ബാങ്കിലും ഏകദേശം 1.25%-ഓട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഇടിവ് നിലവിൽ കാനറ ബാങ്കിനും ഉണ്ടാകുന്നു. ഇന്നത്തെ ഒരു സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഒരു മിക്സഡായ ഒരു പെർഫോമൻസ് തന്നെയാണ് സെക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. നിഫ്റ്റി ഓട്ടോയും മറ്റും സൂചികകളും ഏകദേശം 0.5%-അധികമുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. നിഫ്റ്റി മെറ്റലിലേക്ക് കടക്കുകയാണെങ്കിലും മറ്റും ഏകദേശം ഒരു 0.25% ഒരു നേട്ടവും മറ്റുമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ നിഫ്റ്റി PSU ബാങ്ക് സൂചിക അടക്കമുള്ള സൂചികകൾ ഏകദേശം ഒരു 0.5%-അധികമുള്ളൊരു ഇടിവിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു. നിഫ്റ്റി IT പരിശോധിക്കുകയാണെങ്കിലും 0.5%-ഓളമുള്ളൊരു ഇടിവുണ്ടാകുന്നു. അങ്ങനെ നിഫ്റ്റി 50 പരിശോധിക്കുമ്പോഴും നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുമ്പോഴും ഒരു നേട്ടത്തിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിക്ക് വിപണിക്ക് സാധിക്കുന്നുണ്ടെങ്കിലും ഒരു ബ്രോഡർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്ടോറിയൽ പെർഫോമൻസിലേക്ക് കടക്കുമ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ജാസ്മിൻ ഈ മണിക്കൂറിൽ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ ഒരു ലൈവ് അപ്ഡേറ്റ് റിസർച്ച് ഡെസ്കിൽ നിന്നും നൽകിയത്. സുരേഷ് സാർ, നമുക്ക് ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് കിടക്കാം. അതിനു മുൻപ് ഒരു ചെറിയ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ലൈവിൽ പ്രേക്ഷകൻ ഒരു സജി സോമൻ ചോദിച്ചിട്ടുണ്ട്. അതായത് കമ്പനികളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഈ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് വളരെ മോശമായിട്ട് ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ഈ ഒരു നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കമ്പനി എങ്ങനെയാണ് ലാഭകരമാകുക എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതോ വരും വർഷങ്ങളിൽ ലാഭകരമായേക്കുമെന്നാണോ നമ്മൾ ഉദ്ദേശിച്ചെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് അദ്ദേഹത്തിന് വേണ്ടത്. ഓക്കെ, ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. സാധാരണ നമ്മളിപ്പോൾ ഒരു കാര്യം പറയാം, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, നമ്മളൊരു US കമ്പനിയാണെന്ന് ഇരിക്കാം. ആ US കമ്പനിക്ക് നമ്മൾ 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഈ 100 രൂപ പ്രോഫിറ്റും നമ്മൾ ടാക്സ് അടയ്ക്കണം, അല്ലേ? ആ ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് അമേരിക്കൻ റൂൾ. അതിൽ നമ്മൾ R&D വേണ്ടിയിട്ട് നമ്മൾ 25 രൂപ 30 രൂപ ചിലവാക്കി എന്ന് വെക്കാം. ആ 25 രൂപ 30 രൂപ ഈ 100 രൂപയിൽ നിന്ന് കുറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള കാശിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ടാക്സ് അടയ്ക്കണ ടാക്സബിൾ പ്രോഫിറ്റ് becomes reduced, which is good for the company. But even then അവിടെ ചോദിച്ച ചോദ്യത്തിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പോഴും ഇതൊരു എക്സ്പെൻസ് തന്നെയല്ലേ? അതായത് R&D കോസ്റ്റ് ഒരു എക്സ്പെൻസ് തന്നെയല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് വരുമ്പോൾ പ്രോഫിറ്റ് കുറയുകയല്ലേ ചെയ്യുക. ശരിയാണ്, ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടുമെങ്കിലും പ്രോഫിറ്റ് കുറയും. ബട്ട് ഈവൻ ദെൻ നമ്മളൊരു പ്രോഫിറ്റിനെ അവിടെ ഫിഗേഴ്സ് നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് പ്രോഫിറ്റ് കുറഞ്ഞതെന്നുള്ളത് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നുള്ളത്. നമ്മളിപ്പോൾ HDFCയുടെ കാര്യം പറഞ്ഞു. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറഞ്ഞിട്ടുണ്ടോ? ചെറിയ രീതിയിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്തുകൊണ്ടാണ് കുറഞ്ഞത്? ആ കുറഞ്ഞത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിരുന്നു. അത് കാരണമാണ് HDFC ബെറ്റർ ആയിരുന്നത്. അപ്പോൾ മാർക്കറ്റ് അതിനെ എങ്ങനെ കാണുന്നു വെച്ചാൽ വെറും ഒരു ബോട്ടം ലൈൻ ഫിഗേഴ്സ് മാത്രമല്ല. അതായത് കഴിഞ്ഞ കൊല്ലം 50 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി, ഇപ്രാവശ്യം R&D എക്സ്പെൻസ് എഴുതിയത് കാരണം അത് 50 എന്നുള്ള 40 കുറഞ്ഞു എന്നല്ല. അപ്പോൾ അവർ ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ R&D എക്സ്പെൻസ് ചെയ്തത് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് കുറഞ്ഞത്. അത് മാത്രമല്ല നെറ്റ് എഫക്റ്റീവ് ടാക്സ് റേറ്റ് കുറഞ്ഞു എന്നുള്ളതും കൂടെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുക്കും. രണ്ടാമത് പറഞ്ഞ കാര്യം, ഈ R&D ഉപയോഗിച്ച് എന്താണ് ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്? R&D ക്രിയേറ്റ് ചെയ്യുന്നത് പേറ്റന്റ്, ട്രേഡ് മാർക്കേഴ്സ്, ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ആയിട്ടുള്ള പുതിയ സാധനങ്ങളാണ്. അത് അടുത്ത കൊല്ലം നിങ്ങളുടെ സെയിൽസിലേക്ക് അത് വരുന്നു, അതിൽ നിന്ന് പ്രോഫിറ്റ് കൂട്ടുന്നു. സോ ഇറ്റ് ഈസ് എ കാസ്കേഡിങ് എഫക്റ്റ് എന്നുള്ള. അപ്പോൾ R&D എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഈ ടാരിഫ് US വച്ചേക്കുന്നത്? അതായത് ടു എൻകറേജ് പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഇൻ US പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, ജോബ്സ് നാട്ടിലേക്ക് കൊണ്ടുവരാമെന്നുള്ള. അതിന് കമ്പനികളെ എൻകറേജ് ചെയ്യണ്ടേ? ആ എൻകറേജ് ചെയ്യാനുള്ള ഒരു ഇൻസെൻറ്റീവാണ് ഈ R&D എക്സ്പെൻസ് എഴുതി തള്ളുക എന്നുള്ളത്. അപ്പം നിങ്ങൾ എഫക്റ്റീവ് പ്രോഫിറ്റ് ഇത് ടാക്സും കുറയും. അത് മാത്രമല്ല ഇത് അക്രൂ ചെയ്ത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് വരും ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ വരും കൊല്ലങ്ങളിലേക്ക് വരുമ്പോൾ മാർക്കറ്റിലെ അനലിസ്റ്റുകളും ഇൻവെസ്റ്റേഴ്സും അതനുസരിച്ചാണ് അതിനെ പ്രൈസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഈസ് ഗുഡ് ഫോർ ദ ബിസിനസ് ആൻഡ് ഗുഡ് ഫോർ ദ stock. Hope this clarifies എന്ന് വിശ്വസിക്കുന്നു. അതാണ് R&D എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഏതായാലും നമുക്ക് മാർക്കറ്റിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്തത്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ. Morning Jasmine, morning viewers.
സാർ ഏതായാലും മാർക്കറ്റ് പ്ലസിൽ കൂടുതൽ കാര്യങ്ങൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം സാറ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളിക്കാത്ത കുറച്ച് സ്റ്റോക്സിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത്. ഏതായാലും ഇതിൽ ഉൾപ്പെടുത്താത്ത നമുക്ക് പ്രേക്ഷകർക്ക് എസ്പെഷ്യലി റിലയൻസ്, HDFC അടക്കമുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളുടെ ഒരു കൂടുതൽ വ്യൂ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അതിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സാർ ഏതായാലും ഇന്ന് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സ്ഥിതിക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഔട്ട്ലുക്ക് വെച്ച് തന്നെ തുടങ്ങാം. നിഫ്റ്റി 50 24,800 എന്നുള്ള ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് വീണ്ടും ഇപ്പോൾ 82 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് 25,000 എന്നുള്ള ഒരു ലെവൽ റീഗെയിൻ ചെയ്തിരിക്കുകയാണ്. സാറ് മാർക്കറ്റ് പ്ലസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബുള്ളിഷ് മൊമെന്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിലത്തെ കണ്ടീഷനിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ് നിഫ്റ്റി 50? ജാസ്മിൻ, നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർ ടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് നമുക്കൊരു നല്ല കറക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ആക്ച്വലി നിഫ്റ്റി 50ക്ക് ആക്ച്വലി നല്ല നേട്ടം നൽകാൻ സാധിച്ചതിന്, ബട്ട് ഇപ്പോൾ നമുക്ക് ഓപ്പണിംഗ് നിമിഷങ്ങളിൽ കാണാൻ സാധിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിലുള്ള കറക്ഷൻ വീണ്ടും തുടരുന്നു. ഏകദേശം 2% റിലയൻസ് ഇൻഡസ്ട്രീസ് വീണ്ടും ഒരു കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ ഒരു റെസിസ്റ്റൻസ് 25,200 പോയിന്റ് ആയിരിക്കണം. ഇന്ന് നിഫ്റ്റി 50ക്ക് 25,200 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ കറക്ഷൻ പൂർത്തിയായെന്ന് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രദീപ് സാർ, നമ്മൾ നിഫ്റ്റിയിൽ നിന്നും ഒരല്പം കൂടി പോസിറ്റിവിറ്റി നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 0.5% കൂടുതൽ, ഏകദേശം 416 പോയിന്റുകളുടെ ഒരു മുന്നേറ്റമാണ് ഈ ഒരു ആദ്യ മിനിറ്റുകളിൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. 56,761 എന്നുള്ള ഒരു ഡേ ഹൈ ഇതുവരെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇനി പ്രധാനപ്പെട്ട ലെവൽസ് ഏതൊക്കെയാണ്? ജാസ്മിൻ, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നുണ്ട്. ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്, ഇന്നത്തെ പുൾ ബാക്ക് വെറും ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ ഞാൻ അറ്റ് ദ മൊമെന്റ് കാണുന്നുള്ളൂ. 57,000 പോയിന്റ് മുകളിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ക്ലോസ് ചെയ്യാൻ സാധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ കറക്ഷൻ പൂർത്തിയായി എന്ന് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് നമുക്ക് ചില സെലക്റ്റീവ് പ്രൈവറ്റ് സെക്ടർ സ്റ്റോക്സിൽ ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും നമുക്ക് PSU ഇൻഡെക്സിൽ നമുക്ക് ഇപ്പോഴും ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി PSU സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ കറക്ഷന് ശേഷം ഇന്നൊരു നേരിയ ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട 827 മുതൽ 830 രൂപയുടെ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിന് മുകളിൽ SBIക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ SBIയുടെ കറക്ഷൻ പൂർത്തിയായെന്ന് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. പ്രദീപ് സർ, RBL ബാങ്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്ന് RBL ബാങ്കിന്റെ സ്റ്റോക്ക് 1% കൂടുതൽ ഇടിവിലേക്ക് പോയിരിക്കുകയാണ്. ഭേദപ്പെട്ട റിസൾട്ടുകളായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 13% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 46% ഇടിവാണ് ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ സ്റ്റാൻഡ് ലോൺ ബേസിസിലും ഇയർ ഓൺ ഇയർ ബേസിസിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭേദപ്പെട്ട റിസൾട്ടുകളല്ല RBL ബാങ്കിനുള്ളത്. ഇനി NPAയിലേക്ക് വരുന്ന സമയത്തും അത്ര ഒരു കാര്യമായിട്ടുള്ള ഒരു അസറ്റ് ക്വാളിറ്റി മെച്ചപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം വരും. ഏതായാലും RBL ബാങ്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ജാസ്മിൻ, RBL ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻവെസ്റ്റേഴ്സ് എന്താ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 തുടക്കത്തിൽ ഈ സ്റ്റോക്ക് വെറും 140 രൂപയിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച നമ്മൾ നോക്കുമ്പോഴേക്ക് ഏകദേശം 272 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. ഈ ഒരു ടൈം പീരീഡിൽ നമുക്ക് RBL ബാങ്കിന്റെ കേസിൽ ഒരു വലിയ കറക്ഷനും കാണാൻ സാധിച്ചിട്ടില്ല. സോ ഇന്നത്തെ ആ ഒരു വീഴ്ച ഞാൻ വെറും ഒരു നോർമൽ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് മാത്രമേ കൺക്ലൂഡ് ചെയ്യുന്നുള്ളൂ. നാച്ചുറലി നമ്മൾ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 245 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ബട്ട് ഇന്നത്തെ മാർക്കറ്റിൽ ഈ സ്റ്റോക്കിൽ പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. പ്രദീപ് സാർ, മറ്റൊരു സ്റ്റോക്ക് AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആണ്. ഇന്നിപ്പോൾ ആദ്യ മിനിറ്റുകളിൽ തന്നെ 5.5% ഇടിവിലേക്ക് സ്റ്റോക്ക് നീങ്ങിയിരിക്കുകയാണ്. സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ചെയ്ത അത്ര ഭേദപ്പെട്ട റിസൾട്ടുകൾ കമ്പനിക്ക് നൽകാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് AU സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു ഇടിവിന് കാരണമായിരിക്കുന്നത്. നിലവിൽ ഈ ഒരു സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? അൺഫോർച്ചുനേറ്റ്ലി AU ബാങ്കിന്റെ കേസിൽ നമുക്ക് കാലത്ത് തന്നെ ഒരു വലിയ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്.
അതിനെ തുടർന്ന് നാച്ചുറലി ദി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ വൈൻഡ് അപ്പ് ചെയ്യണം. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് 700-720 ഇടയ്ക്കാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വരും സെഷൻസിൽ പുതിയ ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും. യെസ് പ്രദീപ് സർ, ഇന്നിപ്പോൾ ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം 11% ഒരു ഉയർച്ച കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്ക് മാസ്റ്റെക് ലിമിറ്റഡ് ആണ്. ഇന്നത്തെ ഒരു കമ്പനിയുടെ ഒരു പെർഫോമൻസിന് കാരണമായിരിക്കുന്നത് റവന്യൂവും അതോടൊപ്പം തന്നെ നെറ്റ് പ്രോഫിറ്റ് എന്നിവയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വർധനവ് തന്നെയാണ് ആദ്യ പാദത്തിൽ. ഈ ഒരു സ്റ്റോക്കിന്റെ നിലവിലത്തെ പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സോ മാസ്റ്റെക്കിന്റെ കേസിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് കറന്റ് ലെവൽസിൽ ഐ തിങ്ക് ഇറ്റ്സ് ബ്രേക്ക് ഔട്ട്. നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കും. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 2780 കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 3150. പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് ഹാറ്റ്സൺ അഗ്രോ ആണ്. ഇന്നിപ്പോൾ ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം 5% മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. റവന്യൂ 9% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിലും ഒരു നേരിയ തോതിലെങ്കിലുമുള്ള വർധന ഈ ഒരു പാദത്തിൽ കമ്പനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഹാറ്റ്സൺ അഗ്രോയുടെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിലാണ് 1346 രൂപ എന്നുള്ളൊരു നിലവാരം ഈ ഒരു സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഈ ഒരു 5% മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും 1000 രൂപ എന്നുള്ളൊരു റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിക്കുള്ള സാധ്യത ഈ ഒരു സ്റ്റോക്കിലുണ്ടോ? ഹാറ്റ്സന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സോ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാം. ഇതിൽ ഓർക്കേണ്ടത് ഇന്ന് കാലത്ത് ഈ സ്റ്റോക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ആ ഒരു നേട്ടം ഒന്നും തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടില്ല. സോ ഇന്നത്തെ മാർക്കറ്റിൽ ഐ വിൽ നോട്ട് അഡ്വൈസ് എ ന്യൂ ലോങ് പൊസിഷൻ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2-3 സെഷൻസിനിടെ 950-980 ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഇതിൽ ഓർക്കേണ്ടത് ദിസ് ഇസ് നോട്ട് എ ട്രേഡിംഗ് സ്റ്റോക്ക്. ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ലോങ് പൊസിഷൻസ് എടുക്കാൻ നോക്കുക. പ്രദീപ് സർ, നമ്മളിന്നിപ്പോൾ ഇന്ത്യ മാർട്ടിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1.5% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആണ് ക്വാർട്ടർലി നമ്പേഴ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. റവന്യൂ 12% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിലും 34% വർധനവുണ്ട്. പക്ഷേ മാർജിനിൽ ഒരു ചെറിയ മിസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഇന്ത്യ മാർട്ടിന്റെ കേസിലും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം നമുക്ക് വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് കഴിഞ്ഞ ആഴ്ച പൂർണ്ണമായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2600 സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇന്നത്തെ മാർക്കറ്റിൽ പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. പ്രദീപ് സാർ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏതെങ്കിലും സെക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്സ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഷെയർ ചെയ്യാനുണ്ടോ? 2-3 സ്റ്റോക്സ്. ഒന്ന് ടാൻല പ്ലാറ്റ്ഫോംസിൽ ഇന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4% നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ടാൻല പ്ലാറ്റ്ഫോംസ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ട് പോയിരിക്കുകയായിരുന്നു. ഇന്ന് സ്റ്റോക്ക് 680 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു ടെക്നോളജി സ്റ്റോക്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇറ്റ് ഇസ് ഡിക്സൺ ടെക്നോളജി. ഡിക്സന്റെ കേസിൽ ഒരു നേരിയ കറക്ഷന് ശേഷം നമുക്കൊരു ബൈങ് ഇൻട്രസ്റ്റ് വീണ്ടും വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് വലിയൊരു കറക്ഷൻ ആയിരുന്നു. ഇന്ന് നമുക്ക് നേരിയ തോതിൽ റിക്കവറി കാണുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ഒന്നും തന്നെ കാണുന്നില്ല. ബട്ട് ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ട്. കൈവശം ഇപ്പോൾ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. സുരജ് സാർ, നമുക്ക് ഏതായാലും ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് മുൻപായിട്ട് നമ്മുടെ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് കൂടി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കാം. ജാസ്മിൻ, ആക്ച്വലി സ്പോട്ട്ലൈറ്റിൽ പറയുന്നതിന് മുമ്പേ ഈ ഹാറ്റ്സൺ ആഗ്രോന്റെ ടെക്നിക്കൽ നമ്മൾ ചോദിച്ചാൽ ഈ ഹാറ്റ്സൺ ആഗ്രോ തമിഴ്നാട് ബേസ്ഡ് കമ്പനിയാണ്. നമ്മളെല്ലാവരും ആ പേര് കണ്ടാണ്. അരുൺ ഐസ്ക്രീം എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഈ ഹാറ്റ്സന്റെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത് ഐബാക്കോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്. ഈ ഐബാക്കോ എന്ന് പറയുന്ന ബ്രാൻഡിൽ നമ്മളൊരു ഐസ്ക്രീം മേടിക്കുകയാണെങ്കിൽ അതിനെ തൂക്കി വില നോക്കിയാണ് ഐസ്ക്രീം കിട്ടുന്നതെന്നുള്ള. അപ്പോൾ അതിന്റെ ചന്ദ്രമോഹൻ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു പത്മശ്രീ അവാർഡ് വിന്നറാണ് ഈ ജാനുവരി 2025. അദ്ദേഹം നല്ലൊരു ബാഡ്മിൻ്റൺ പ്ലെയറുമാണ്.
ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ എപ്പോഴെങ്കിലും നെറ്റിൽ കയറുകയാണെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് വിക്കിപീഡിയയിലോ ഇദ്ദേഹത്തിൻ്റെ റാക്സ് ടു റിച്ചർ സ്റ്റോറി, അതായത് എങ്ങനെയാണ് ഒരു സാധാരണ ഒരു മിൽക്ക് വെണ്ടർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉയർന്ന് ഇതേപോലൊരു കമ്പനിയുടെ തലപ്പത്ത് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് പഠിക്കാൻ വളരെ രസമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഹാറ്റ്സൺ ആഗ്രോ എന്നുള്ള കമ്പനി എനിക്ക് ഭയങ്കര രസമുള്ള ഒരു റെസ്പെക്റ്റ് ഉള്ള ഒരു പ്രൊമോട്ടറാണ് മിസ്റ്റർ ചന്ദ്രമോഹൻ, ആർ.ജി. ചന്ദ്രമോഹൻ എങ്ങനെയാണ് പേര്, ചന്ദ്രമോഹൻ എന്നാണ് പേര്. അപ്പോൾ ഈ റിലയൻസിൻ്റെ ശരിക്കും പറഞ്ഞാൽ സ്പോട്ട് ലൈറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്ന റിലയൻസ് ആണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആ റിലയൻസിൻ്റെ പ്രത്യേകത ഒന്ന് പറയാനാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ റിസൾട്ട് വന്നു, ഈ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സഡ് ബാഗ് റിസൾട്ടാണ്, ഇൻലൈൻ പോലും ആണെങ്കിലും മിക്സഡ് ബാഗാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഈ റഷ്യൻ ഓയിലിന് വന്നിരിക്കുന്ന ആ ഒരു യൂറോപ്യൻ യൂണിയൻ്റെ സാങ്ഷനും കൂടെ ഈ സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത് ഇനി മാർക്കറ്റിനെ മുകളിലോട്ട് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലയൻസ് മൂവ് ചെയ്യണമെന്നാണ്. ഈ റിലയൻസിൻ്റെ Q1 റിസൾട്ട് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, നെറ്റ് സെയിൽസ് 2,43,632, 2,43,632 കോടി. പല കമ്പനിക്കും ആ മാർക്കറ്റ് ക്യാപ്പ് പോലും ഇല്ല. പല ഏഷ്യൻ പെയിൻറ്റ്സ് ഒക്കെ ട്രേഡ് ചെയ്യണ മാർക്കറ്റ് ക്യാപ്പാണ് ഇവരുടെ ഒരു ക്വാർട്ടറിലെ സെയിൽസ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ എന്താണ് ആ സൈസ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും പറഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ അല്ലെങ്കിൽ ഓയിൽ ടു കെമിക്കൽസ് ആ വെർട്ടിക്കൽ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വേണ്ട രീതിയിൽ പ്രൊലിഫിക് ആയിരുന്നില്ല ഈ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ പറയുന്ന പോലെ ജിയോ പ്ലാറ്റ്ഫോം, റിലയൻസ് റീറ്റെയിലും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നല്ല. ഇവരുടെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 26,994. ഈ 26,994 എന്നുള്ളൊരു ആ പ്രോഫിറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സിൽ ഇവരൊരു വിൽപ്പന നടത്തിയല്ലോ 4.9%. ആ 4.9% വിറ്റത് കാരണം ഏതാണ്ട് 8,924 crores കയറി വന്നിട്ടുണ്ട്. അതൊരു വൺ ടൈമാണ്, ഈ ക്വാർട്ടറിൽ മാത്രം കിട്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ മാർക്കറ്റിന് അത് ഇഷ്ടപ്പെട്ടില്ലേ ഇല്ലേന്ന് അറിയില്ല. അപ്പം നെറ്റ് പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് കാണിക്കുമ്പോൾ അതിൽ 8,900 കോടിയും ഈ പറയുന്ന പോലെ ഏഷ്യൻ പെയിൻറ്റ്സ് വിറ്റ കാശാണ്. അത് മാത്രമല്ല ഇവർക്ക് ഈ വൺ ടൈം ഗെയിൻ ആണ്. ഈ റിലയൻസിൻ്റെ ഈ പല ലിസ്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സും ഉണ്ടായിരുന്നു, അതായത് പല ലിസ്റ്റഡ് കമ്പനീസിലും ഇവർക്ക് സ്റ്റേക്ക് ഉണ്ട്. അതെല്ലാം കൂടെ വിറ്റ് എനിക്ക് തോന്നുന്നു 15,000 കോടിയോളം രൂപ ഈ ക്വാർട്ടറിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ Q1 അതായത് ഇതേ ഇയർ അതിൽ ഇതേ ക്വാർട്ടർ ലാസ്റ്റ് ഇയറിൽ അവർക്ക് കിട്ടിയത് വെറും 3,800 കോടി. ഇതിന് മുമ്പത്തെ ക്വാർട്ടർ അതായത് Q4 FY20 കിട്ടിയത് 4,900 crores. അതിൽ നിന്നൊക്കെ മാറി 15,000 കോടിയോളം ഈ കമ്പനികളുടെ സ്റ്റേക്ക് വിറ്റെന്ന് കിട്ടിയ കാശാണ് ശരിക്കും പറഞ്ഞാൽ റിലയൻസിൻ്റെ പ്രോഫിറ്റ് ഇത്ര വലുതായിട്ട് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റിലയൻസിൻ്റെ റിസൾട്ട് മോശമാണെന്നല്ല ഞാൻ പറയും. എന്നാൽ റിലയൻസ് ജിയോ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ടെലികോം നെറ്റ്വർക്ക്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അൺപാരലൽ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ കമ്പനിയുടെ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജി നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകുന്നില്ല. അതായത് 5G ബ്രോഡ്ബാൻഡിലൊക്കെ അവർ എടുത്തിരിക്കുന്ന ആ ഇൻഫ്രാസ്ട്രക്ചറിന് ഭയങ്കര വലുതാണ്. ശരിക്കും ഇതൊരു പിവട്ടാണ് കേട്ടോ. അതായത് ഇന്ത്യയുടെ AI ഡ്രീം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡ്രീം നമുക്ക് റിയലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലയൻസ് ജിയോൻ്റെ ആ പ്ലാറ്റ്ഫോമിൻ്റെ ടെക്നോളജിയുടെ ആ റോബസ്റ്റ്നെസ് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവർക്കൊരു വലിയൊരു മൈൽ സ്റ്റോൺ ആയി. അതായത് 5G സബ്സ്ക്രൈബർ ബേസ് 200 മില്യൺ ആയി എന്നുള്ളതാണ്. എന്നാൽ ഹോം സബ്സ്ക്രൈബർ ബേസ് 20 മില്യൺ. ഇതൊന്നും ചില്ലറ ഫിഗർ അല്ല കേട്ടോ, ഇതൊക്കെ ഭയങ്കര വലിയ ഫിഗർ ആണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ 1 മില്യൺ ഹോംസിനെ ഈ ക്വാർട്ടറിൽ അവർ കണക്ട് ചെയ്തു എന്നാണ്. 1 മില്യൺ ഹോംസ്. അവരുടെ ടാർഗറ്റ് എന്താണെന്നറിയോ? 100 മില്യൺ ഹോംസിലേക്ക് ഒരു ക്വാർട്ടറിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ വളരെ ലാർജർ ഒരു ടാർഗറ്റാണ് അവരുടെ ബിസിനസ്സിന് വേണ്ടി അവർ വെച്ചേക്കണമെന്നുള്ള. ജിയോൻ്റെ കൺസോളിഡേറ്റഡ് റവന്യൂ വളരെ നന്നായിരുന്നു. ഞാൻ ഫിഗേഴ്സിലൊന്നും ഉള്ള കാര്യം അതിന് അർത്ഥമില്ല. ഈ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ കാര്യം? എഴുതി കാണിക്കുന്ന ഫിഗറുകൾ നമ്മൾ വായിക്കുന്നതിന് നമുക്ക് വലിയ അർത്ഥമൊന്നുമില്ല. എന്നാൽ റിലയൻസ് റീറ്റെയിൽ വളരെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ്. റീറ്റെയിൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോയതാണ്. ഏതാണ്ട് ടോട്ടൽ സ്റ്റോഴ്സ്, അതായത് റിലയൻസ് റീറ്റെയിൽ സ്റ്റോഴ്സ് എല്ലാ ബ്രാൻഡും കൂടെ ചേർന്ന് 19,500 ഔട്ട്ലെറ്റ് അവർക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടെന്നുള്ള. ഒന്ന് ആലോചിച്ച് 77.6 മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ റീറ്റെയിൽ സ്പേസ് ആണ് അവർ ഇന്ത്യ ഒട്ടൊക്കെ അവർക്ക് പടർന്ന് കിടക്കണമെന്നുള്ള. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം, ആൾക്കാർക്ക് അവർ യാത്ര ചെയ്യുമ്പോഴോ പുറത്തോട്ടിറങ്ങുമ്പോഴോ റിലയൻസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചില ബ്രാൻഡുകൾ ഞാൻ പറയാം. ഗ്രോസറിയിൽ റിലയൻസ് ഫ്രഷ്, റിലയൻസ് സ്മാർട്ട് ബസാർ. ഈ സ്മാർട്ട് ബസാർ എന്നൊക്കെ പറയുന്നത് ആ ബിഗ് ബസാറിനെ ഇവർ മേടിച്ചല്ലോ, ആ ബിഗ് ബസാറിനെയൊക്കെ അവർ സ്മാർട്ട് ബസാറായിട്ട് കൺവേർട്ട് ചെയ്ത്. അപ്പോൾ ഗ്രോസറിയിൽ ശരിക്കും പറഞ്ഞാൽ റിലയൻസ് ഫ്രഷ് ഉണ്ട്, റിലയൻസ് സ്മാർട്ട് ഉണ്ട്, സ്മാർട്ട് ബസാറുണ്ട്. ഇത് കൂടാതെ തന്നെ അവർക്ക് റിലയൻസിൻ്റെ ഒരു ഹോൾസെയിലുണ്ട്. നമ്മളത് റീറ്റെയിലായിട്ട് പല റോഡുകളിലൊന്നും നമ്മൾ കാണാറില്ല. ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈലിലോ റിലയൻസ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കൽ ലെവലിൽ നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പറ്റുന്ന സ്ഥലം. അസോർട്ടെ AZORTE എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ ഇവർക്കുണ്ടെന്നുള്ള. അത് പ്രീമിയം വെസ്റ്റേൺ വെയറിന് മാത്രം അവർ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ യൂസ്റ്റ ഏതാണ്ട് സുഡിയോൻ്റെ കോമ്പറ്റീഷനായിട്ട് വരുന്ന ഒരു ബ്രാൻഡാണെന്ന് അറിയാം. പിന്നെ റിലയൻസ് സെൻട്രോ നമുക്കറിയാലോ,
ഫ്യൂച്ചർ ഗ്രൂപ്പ്, അതായത് പാൻഡലൂൺ ഗ്രൂപ്പിൻ്റെ നിന്ന് സെൻട്രൽ മോള് മേടിച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത പേരാണ് റിലയൻസ് സെൻട്രോ എന്നുള്ള. കൊച്ചിയിൽ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ മോളിൽ അത് കൺവേർട്ട് ചെയ്ത് സെൻട്രോ ആയി മാറിയിട്ടുണ്ടെന്ന്. പിന്നെ ഇവർക്ക് ഈ സെഫോറ അല്ലെങ്കിൽ നൈക്ക പോലെ ടിറ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ബ്യൂട്ടി ആൻഡ് വെൽനസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡുണ്ട്. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് നമുക്കറിയാലോ, ജിയോ മാർട്ട് ഉണ്ട്, അതായത് ഓൺലൈൻ ഗ്രോസറി അല്ലെങ്കിൽ ജനറൽ മെർക്കൻഡൈസ് മേടിക്കുന്നത്. പിന്നെ അജിയോ ഫാഷൻസ് ഓൺലൈൻ ബ്രാൻഡാണ് അജിയോ എന്ന് പറയുന്നത്. പിന്നെ നെറ്റ്മെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഫാർമസി ഉണ്ട് അവർക്ക്. അർബൻ ലാഡർ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ഫർണിച്ചർ മാർട്ട് ഉണ്ട്. സിവാമേ എന്ന് പറഞ്ഞാൽ ലോഞ്ചറി, ക്ലോ എന്ന് പറഞ്ഞാൽ ലോഞ്ചറി ഡിവിഷൻ ഇവർക്കുണ്ടെന്നുള്ള. ഫുഡ് ആൻഡ് ബെവറേജിൽ പ്രെറ്റ മാനേജർ, സബ്വേ ഇന്ത്യ, 7-Eleven ഒക്കെ ഇവരുടെ ബ്രാൻഡാണ്. സബ്വേ, ഈ മാർക്ക് ആൻഡ് സ്പെൻസർ ഇവരുടെ ബ്രാൻഡാണെന്ന് അറിയില്ലേ? പിന്നെ ടോയ്സ്, ഹാമിലേസ് എന്ന് പറയുന്നത് ഇവരുടെ ബ്രാൻഡ് തന്നെയാണെന്നുള്ള. പിന്നെ ഋതുകുമാർ, മനീഷ് മൽഹോത്ര ഒക്കെ ആയിട്ട് ഡിസൈനർ ലേബൽസ് ആയിട്ട് ഇവർക്ക് ജോയിന്റ് വെഞ്ചർ ഉണ്ട്. ബലൻസിയാഗ, ജിമ്മി ചൂ, അർമാനി എക്സ്ചേഞ്ച്, ഹ്യൂഗോ ബോസ്, ഡീസൽ ഒക്കെ ആയിട്ട് ഇവർക്ക് ജോയിന്റ് വെഞ്ചേഴ്സ് ഉണ്ട്. അതായത് ഇന്ത്യയിലെ റീറ്റെയിൽ പാർട്ട്നേഴ്സാണ് ഇവരെന്നുള്ള. സൊറോസ്കി, സ്റ്റീവ് മാഡൻ, സൂപ്പർ ഡ്രൈ, എസിക്സ്, പോൾ സ്മിത്ത്, ടിഫനി ആൻഡ് കമ്പനി, നിങ്ങളൊരു മോളിൽ പോയാൽ കാണുന്നതൊക്കെ ഇവരുടെ ബ്രാൻഡുകളാണെന്നുള്ളതാണ് പുറത്ത് വെച്ചത്. അടുത്ത കാലത്ത് കെൽവിനേറ്റർ എന്ന് പറയുന്ന ബ്രാൻഡിനെ ഇവർ മേടിച്ചായിട്ട് അറിയാം. ഇറ്റ്സ് ദ കൂളസ്റ്റ് വൺ എന്നാണ് ആ ബ്രാൻഡിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഇവർ കെൽവിനേറ്റർ വിറ്റുകൊണ്ടിരുന്നു, ഇപ്പോൾ അവർ ബ്രാൻഡ് സ്വന്തമാക്കി എന്നുള്ള. മുകേഷ് അംബാനിയുടെ ടാർഗറ്റ് തന്നെയാണ് ശരിക്കും എവറി 4 to 5 years ബിസിനസ് ഡബിൾ ചെയ്യുക എന്നുള്ള. അപ്പോൾ ഈ കമ്പനി എവിടെ ഗ്രോ ചെയ്യുന്നുള്ളത് പറഞ്ഞു വയ്ക്കാം. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ സോളിസിറ്റേഷനോ റെക്കമെൻഡേഷനോ അല്ല. അതിൻ്റെ നിങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ റിലയൻസ് ഇന്ന് സ്പോട്ട്ലൈറ്റിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്ത് മാത്രം ചെയ്യുക. നമ്മൾ പറയുന്നതൊക്കെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് മാത്രം അല്ലെങ്കിൽ ആ പർപ്പസിൽ മാത്രം നിങ്ങൾ ഇതിനെ കാണുക എന്നുള്ളത് പറഞ്ഞു വയ്ക്കണം. ബാക്കി ജാസ്മിൻ. ഏതായാലും ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് അവരുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.